ഹലോ മിച്ചമാരി, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. ഡോൺലി കുറേയുള്ള ആ ഒരു ആക്ടറുടെ പേര് പറയുമ്പോൾ തന്നെ നമ്മുടെ കേരളത്തിൽ ഒരുപാട് പേർക്ക് ഇങ്ങനെ തരിപ്പ് വരും. ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് നമ്മുടെ ഡോൺലി മാമന്റെ ആ ഒരു മൂവി കഥകൾ കേൾക്കാൻ തന്നെയല്ലേ. അപ്പോൾ ഡോൺലിയുടെ ഏറ്റവും പുതിയ മൂവി ഈ വർഷം ഇറങ്ങിയതാണ്. അതിന്റെ ഒരു കഥയാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത്. ഈ ഒരു കഥയിൽ ഒരുപാട് ട്വിസ്റ്റുകളോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഭൂമിയിൽ വലിയൊരു ഭൂമി കുലുക്കം സംഭവിക്കുകയാണ്. ഇതിനുശേഷം ഇവിടെ സർവൈവ് ചെയ്ത കുറച്ച് ആൾക്കാർ ഇവർ നേരിടേണ്ടി വരുന്ന ഒരു പ്രശ്നം, അതുപോലെ തന്നെ ഭ്രാന്തനായിട്ടുള്ള ഒരു ഡോക്ടർ, ഇയാൾ ചെയ്യുന്ന അതിഭ്രാന്തമായ രീതിയിലുള്ള പരീക്ഷണങ്ങൾ, ഇതിൽ പെട്ടുപോകുന്ന നമ്മുടെ ഡോൺലിയുടെ വളർത്തുമകൾ. അങ്ങനെ തട്ടിക്കൊണ്ടുപോയ ഡോൺലിയുടെ മകളെ രക്ഷപ്പെടുത്താനായിട്ട് ഡോൺലിയും മറ്റൊരു യുവാവും കൂടെ ഒരു യാത്ര നടത്തുന്നുണ്ട്. പിന്നെ അവിടെ എത്തുകയാണ്. അവിടെ ചില കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്ന ഒരു നല്ല രസമുള്ള ഒരു കഥ തന്നെയാണ്. തീർച്ചയായിട്ടും നമുക്ക് ഈ കഥയിലേക്ക് പോകല്ലേ. കഥയുടെ ഈ മായാ ലോകത്തിലേക്ക് സിനിമയുടെ ആരംഭത്തിൽ തന്നെ ഒരു ഭ്രാന്തനായിട്ടുള്ള ഒരു മാഡ് ഡോക്ടറെ കാണിക്കുകയാണ്. ഇയാളുടെ ലാബിന്റെ പല ഭാഗത്തായിട്ട് ഒരുമാതിരി കുമിളകൾ വന്നതുപോലെയുള്ള പല്ലികളെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ലാബിന്റെ മറ്റൊരു ഭാഗത്തായിട്ട് മറ്റൊരു സയന്റിസ്റ്റ് മരണപ്പെട്ട് എടുക്കുകയാണ്. ഇയാൾ തന്നെ കൊന്നയാണ്. ഈ ഡോക്ടർ ആണെങ്കിൽ ഇവിടെ കാര്യമായിട്ടുള്ള എന്തോ ഒരു പരീക്ഷണത്തിലാണ്. അങ്ങനെ ഒരു മരുന്ന് എടുത്തുകൊണ്ട് തൊട്ടപ്പുറത്തെ ബെഡിൽ കിടക്കുന്ന അയാളുടെ മകളുടെ ദേഹത്ത് അത് കുത്തിവെക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ആ മകൾക്ക് ഇപ്പൊ ബോധമൊന്നുമില്ല, ഇനിയിപ്പോ മരിച്ചോന്നും അറിയില്ല. എന്തായാലും കുത്തിവെക്കാൻ നിൽക്കുന്ന ഇതേ സമയത്ത് തന്നെ ഇങ്ങോട്ടേക്ക് ചില പട്ടാളക്കാർ വരികയാണ്. അതുപോലെ തന്നെ ഓഫീസേഴ്സും ഉണ്ട്. ഇവർ വന്നിട്ട് പറയാണ്, നിങ്ങൾ ഈ ചെയ്യുന്നത് മഹാമോശമായിട്ടുള്ള പരിപാടിയാണ്. ഈ ഗവേഷണങ്ങളൊന്നും ഞങ്ങൾ പെർമിഷൻ തരില്ല, ഞങ്ങൾ സമ്മതിക്കൂല. ഇതേ സമയത്ത് തന്നെ ഡോക്ടർ പറയാണ്, ദയവ് ചെയ്തിട്ട് നിങ്ങൾ എന്നെ തടുക്കരുത്, എന്റെ മകളെ എനിക്ക് തിരിച്ചു കൊണ്ടുവരണം. അങ്ങനെ ഈ ഉദ്യോഗസ്ഥരുണ്ടല്ലോ, ഇവർ പറയുന്നത് പോലും കേൾക്കാതെ ഡോക്ടർ മകളെ ഇഞ്ചക്ഷൻ ചെയ്യാൻ നിൽക്കുമ്പോഴേക്കും ഇയാളുടെ ഷോൾഡറിലേക്ക് ഇവർ ഫയർ ചെയ്യാണ്. ഡോക്ടർ ഇപ്പോൾ നിലംപൊത്തി വീഴുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ഈ ഏരിയ മുഴുവനായിട്ടും വലിയ രീതിയിലുള്ള ഒരു എർക്യൂക്ക്, ഭൂമി കുലുക്കം സംഭവിക്കുകയാണ്. ഇപ്പൊ പുറംഭാഗം കാണിക്കുകയാണ്. പലതരം വലിയ വലിയ ബിൽഡിങ്ങുകൾ ഇതടഞ്ഞ് ചെരിഞ്ഞ് വീണുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സിറ്റുവേഷനിൽ പോലീസുകാർ ഈ ഡോക്ടറുടെ പിന്നാലെ നിൽക്കോ? ഇല്ല, ഡോക്ടറെയും വിട്ടുകൊണ്ട് ഇവർ അവിടെ നിന്ന് പാഞ്ഞു. ഇതേ സമയത്ത് തന്നെ ഡോക്ടർ ആ ഒരു മരുന്ന് എടുത്തുകൊണ്ട് മകളുടെ ദേഹത്തേക്ക് കുത്തിവെക്കാൻ നിൽക്കുമ്പോൾ ബാഡ് ലക്ക് എന്ന് പറയാം, മുകളിലുണ്ടായിരുന്ന കോൺക്രീറ്റിന്റെ പീസ് തകർന്ന് താഴേക്ക് വീഴാണ്. അത് ഈ ഡോക്ടറുടെ മേത്തേക്ക്. ഇതിനുശേഷം പിന്നെ എന്ത് സംഭവിച്ചു എന്ന് കാണിക്കുന്നില്ല. പക്ഷെ ഇപ്പോഴത്തെ ലോകത്തിന്റെ അവസ്ഥ എന്ന് പറയുന്നത് അത് വളരെയധികം മോശമാണ്. പല ഭാഗത്തായിട്ട് ഇടിഞ്ഞു പൊളിഞ്ഞ് നാശകോശമായി കിടക്കുന്ന ഒരുപാട് ബിൽഡിങ്ങുകൾ, പലതിന്റെയും ആ ഒരു ദയനീയമായിട്ടുള്ള അവസ്ഥ നമ്മളിങ്ങനെ ഓരോ വിഷയിലൂടെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ഈ കാലഘട്ടത്തിൽ ഈ ലോകത്തിന്റെ പ്രശ്നം എന്താണെന്നറിയോ? നല്ല വെള്ളം കിട്ടാനില്ല. ഈ ഉപയോഗിച്ച വെള്ളം തന്നെ പിന്നെയും പിന്നെയും പ്യൂരിഫൈ ചെയ്ത് അതങ്ങനെ ഉപയോഗിക്കുകയാണ്. ഇങ്ങനെയുള്ള ഈ ലോകത്തിൽ തകർന്നു കിടക്കുന്ന ബിൽഡിങ്ങിന്റെ ഇടയിൽ ഒരു മുതലയെ കാണിക്കുന്നുണ്ട്. ഈ മുതലെ ഒളിഞ്ഞിരുന്നുകൊണ്ട് ഒരു പയ്യൻ നോക്കുന്നുണ്ട്. അവന്റെ പേരാണ് ലീയുടെ കയ്യിൽ ഒരു അമ്പുണ്ട്. എന്തൊക്കെയോ ചില കെമിക്കൽസ് ഒക്കെ ഒഴിച്ച് ആ അമ്പിൽ തീയും പിടിപ്പിച്ച് നേരെ മുതലേ കിട്ടുന്ന കൊടുക്കുകയാണ്. കറക്റ്റ് ആയിട്ട് പോയി കുത്തി കയറി. ആഹാ, ഇന്നത്തേക്കുള്ള എത്തു എന്ന ആശ്വാസത്തിൽ ലീ നിൽക്കുമ്പോൾ ആ ഒരു അമ്പ് കൊണ്ട് ഈ മുതലേ ചാവുന്നില്ല. പകരം ഭയങ്കര വെറിയോട് കൂടിയിട്ട് ഇവന്റെ നേർക്ക് വരികയാണ്. ലീ കണ്ട് നിൽക്കാൻ പറ്റുന്ന കയ്യും കാലും കിടന്ന് വിറക്കുകയാണ്. ഇതിന്റെ ഇടയിൽ അവിടെ കണ്ടൊരു കാറിന്റെ ഉള്ളിലേക്ക് ഓടിക്കയറുന്നുണ്ട്. എന്നാൽ പിറകിലുണ്ടായിരുന്ന ഈ അമ്പ് കാരണം ഇത് തടഞ്ഞിട്ട് ഇവൻ അതിന്റെ ഉള്ളിലേക്ക് കയറാൻ കഴിയുന്നില്ല. കയറാത്ത കയറി നോക്കാതല്ലാതെ കയറാൻ പറ്റുന്നില്ല. പിന്നെ എങ്ങനെയൊക്കെ അത് ഊരി ഇതിന്റെ ഉള്ളിലേക്ക് കയറി. എന്നാൽ ഇതിന്റെ ചില്ലും തകർത്തുകൊണ്ട് ഈ മുതല ഉള്ളിലേക്ക് തലയിട്ടിട്ട് ഇവനെ കടിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ചത്ത് ഏകദേശം തീരുമാനമായപ്പോ ഈ മുതലെ ആരോ ഒരാൾ വന്നിട്ട് വാല് പിടിച്ച് കറക്കി എടുത്ത് നിലത്ത് ഒരൊറ്റ അടി കൊടുക്കുകയാണ്. മറ്റാരുമല്ല, നമ്മുടെ കഥാനായകനായിട്ടുള്ള ഡോൺലി തന്നെ. പിന്നെയും മുതല കുറച്ച് ആക്രമിക്കാനൊക്കെ നോക്കുന്നുണ്ട്. ഡോൺലി ഇതിനെ വളച്ച് പിടിച്ച് ചെരിച്ചു വെച്ചിട്ട് കത്തി എടുത്തൊരു മൂന്ന് വെട്ടും കൊണ്ട് ഇതിന്റെ തല 2 കഷ്ണമായി പോവാണ്. ചെറുക്ക വെട്ടിക്കുട്ടി നേരെ വേഗിലായിക്കോ, നമുക്ക് നേരെ നമ്മുടെ ഗ്രാമത്തിലേക്ക് പോകാന്ന് ഇപ്പോൾ ഡോൺലി ഇപ്പൊ അവനോട് പറയണേ. ഇതേ സമയത്ത് തന്നെ മറ്റൊരു സ്ഥലത്ത് ഒരു ചെറിയ പെൺകുട്ടിയെ കാണിക്കുകയാണ്. അവളുടെ പേര് കിമാസു എന്നാണ്. കിമാസുന് ആകെ ഉള്ളത് ഒരു അമ്മമ്മ മാത്രമാണ് കേട്ടോ. അപ്പൊ ഇവര് രണ്ടുപേരും ബസ് സിറ്റി എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലമുണ്ട്, അങ്ങോട്ടേക്ക് പോകാന്ന് തീരുമാനിക്കുകയാണ്. കാരണം അവിടെ അത്യാവശ്യം ആൾക്കാരുണ്ട്, ഭക്ഷണവും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പൊ ഈ ബസ് സിറ്റി എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് പഴയ വാഹനങ്ങൾ, അതുപോലെ തന്നെ വാന്, ബസ്സുകൾ ഇതുപോലെ അടുക്കി വെച്ചിട്ട് ഇതിന്റെ ഉള്ളിലാണ് ആൾക്കാർ ഇവിടെ താമസിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ അങ്ങനെ പറയുന്നത്. ഇതേ സിറ്റിയിൽ തന്നെയാണ്, സിറ്റി എന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു പേര് മാത്രം. നമ്മുടെ ഡോൺലിയും അതുപോലെ തന്നെ അനിയൻ ചെറുക്കനായിട്ടുള്ള ലെയ്യും ഇവര് പിടിച്ചുകൊണ്ടുവന്ന ആ ഒരു മുതലെ വെട്ടിക്കൂട്ടി ഇറച്ചിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ഇറച്ചി ഇവർ വിൽക്കാൻ വേണ്ടി നിൽക്കുകയാണ്. പക്ഷേ കാശിനല്ല, ഈ ഇറച്ചി കൊടുക്കുകയാണെങ്കിൽ മറ്റെന്തെങ്കിലും വസ്തു ഇവർക്ക് കൊടുക്കുകയാണെങ്കിൽ ഈ ഇറച്ചി കൊടുക്കും. അതായത് പണ്ടത്തെ കൊടുക്കൽ വാങ്ങൽ സെറ്റപ്പ് എന്ന് പറയും. ഇതേ സമയത്ത് തന്നെ കുറച്ച് ഓവർ മേക്കപ്പ് ആയിട്ടുള്ള ഒരു ലേഡി ഡോൺലിയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. ഡോൺലി എന്നുള്ളത് ഈ ഒരു ആക്ടറിന്റെ യഥാർത്ഥ പേരാണ് കേട്ടോ. ഇവരുടെയൊക്കെ ക്യാരക്ടേഴ്സിന്റെ പേര് പറഞ്ഞാൽ മച്ചന്മാരെ വായിൽ ഒതുങ്ങില്ല. അതുകൊണ്ടാണ് ഇങ്ങനത്തെ പേരെല്ലാം, അതായത് ചിലപ്പോൾ ഞാൻ ഉണ്ടാക്കി അങ്ങോട്ട് പേര് പറയും, മിക്ക പേരുകൾ ഉണ്ടാക്കി പറയുന്നത് കേട്ടോ. അപ്പൊ എന്താവും, നിങ്ങൾക്ക് ആ ഒരു പേര് മനസ്സിലാക്കാൻ പറ്റും, എനിക്ക് പറയാനും സുഖമാണ്. എങ്ങനെ ഒരു വെടിക്ക് 2 പക്ഷി. എന്തായാലും അത് അവിടെ നിൽക്കട്ടെ. അപ്പൊ നേരത്തെ വന്നില്ലേ ഓവർ മേക്കപ്പ് ആയിട്ടുള്ള ആ ഒരു ലേഡി, ഇവരുടെ കയ്യിൽ കൊടുക്കാനായിട്ട് ഒന്നുമില്ല. കൊടുക്കാനായിട്ട് ആകെ ഉള്ളത് കുറച്ച് സ്വർണ്ണവും അതുപോലെ തന്നെ വിലപിടിപ്പുള്ള വാലിയും അളക്കുകയാണ്. അപ്പൊ ഇതെടുത്തിട്ട് എനിക്ക് കുറച്ച് ഇറച്ചി വേണമെന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ഡോൺലി പറയാണ്, സ്വർണ്ണം കൊണ്ടൊന്നും ഒരു കാര്യമില്ല, ഇതുകൊണ്ട് ഒരു ഉപകാരമില്ല, വേറെ എന്തെങ്കിലും വസ്തു ഉണ്ടോ? ഇപ്പൊ ഈ ലേഡിയുടെ കയ്യിലാണ് ഒന്നുമില്ല. എന്നാ പിന്നെ ഇറച്ചിയില്ല എന്ന് പറയാണ്. വെറും കൈയോടെ ഇവർ പോകാൻ നിൽക്കുന്ന സമയത്ത് ഡോൺലി പറയാണ്, നിങ്ങൾ അങ്ങനെ പോകണ്ടാതാ, ഈ പാമ്പിനെ എടുത്തെന്ന് പറഞ്ഞിട്ട് ഈ ലേഡിക്ക് കൊടുക്കാണ്. ഈ ലേഡി ആണെങ്കിലും നമ്മുടെ ഡോൺലി ഒന്ന് വളയ്ക്കാൻ വേണ്ടി നോക്കുന്നുണ്ട് കേട്ടോ. ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഡോൺലി അനിയൻ ചെറുക്കൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ആ തള്ളക്ക് എന്നെ ഒരു നോട്ടുണ്ട് കേട്ടോ, എന്നെ കണ്ട് അത്ര പ്രായം തോന്നിക്കുന്നുണ്ടോ? എന്തായാലും ഇനി അവര് വരുമ്പോൾ വഴി മാറി കിടക്കണം, അല്ലെങ്കിൽ ശരിയാവില്ല. ഇതേ സമയത്താണ് നമ്മുടെ കിമാസും മുത്തശ്ശിയുമായിട്ട് അങ്ങോട്ടേക്ക് വരുന്നത്.
വരുന്നത്. എന്നിവരുടെ കയ്യിൽ പ്രത്യേകിച്ചൊന്നും കൊടുക്കാനില്ല. അതേസമയത്ത് തന്നെ ഡോൺലി പറയുന്നുണ്ട്, നിങ്ങളുടെ കയ്യിൽ നിന്ന് ഞാൻ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല, നിങ്ങൾക്കായിട്ട് ഞാനൊരു വിഹിതം മാറ്റി വെച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ ഡോൺലിയുടെ മകള് മരിച്ചു പോയിട്ടുണ്ട്, അവളെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല. ഈ ഡോൺലി എന്നെ രക്ഷപ്പെടുത്തിയ പെൺകുട്ടിയാണ് ഈ കിമാസിൻ. സോ സ്വന്തം മകളെ പോലെയാണ് നമ്മുടെ കിമാസിനെ ഈ ഡോൺലി കാണുന്നത്. അപ്പൊ നമ്മുടെ കിമാസിൻ പറയാണ്, എനിക്കിത് വെറുതെ തരുമൊന്നും വേണ്ട, ദാ ഈ ഒരു പിക്ചർ ഞാൻ വരച്ച ചിത്രമാണ്, ഇത് എടുത്തുകൊണ്ട് നിങ്ങൾ എനിക്ക് ഇറച്ചി തന്നാൽ മതി. ഇത് നമ്മുടെ കിമാസിന്റെ സ്ഥിരം പരിപാടിയാണ് കേട്ടോ. അതുപോലെ തന്നെ ഈ കിമാസുവിനോട് നമ്മുടെ ലീക്ക് ചെറിയൊരു ക്രഷ് ഉണ്ട്. എനിക്കൊന്നുമില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഇവർ നല്ല ജോളിയായിട്ട് വലിയ കുഴപ്പമൊന്നുമില്ലാതെ അങ്ങനെ പോകുന്ന സമയത്ത് ഇവരുടെ ഈ ഒരു ചെറിയ ഗ്രാമത്തിലേക്ക് ഒരു ടീംസ് വരികയാണ്. കുറച്ച് റൗഡി ആയിട്ടുള്ള ആൾക്കാരാണ്. ആ കൂട്ടത്തിൽ ഒരു കുഞ്ഞാപ്പി ഉണ്ട് കേട്ടോ. എന്നാൽ തണ്ടിന് ഒരു കുറവുമില്ല. ഇവർ ഇങ്ങോട്ടേക്ക് വന്നിട്ട് ഒരാളുടെ ഫോട്ടോ കാണിച്ചിട്ട് പറയാണ്, ഞങ്ങൾ ഇയാളെ തേടിക്കൊണ്ടിരിക്കുകയാണ്, ഇയാളെ കാണിച്ചു തന്നാൽ നല്ല കാശ് തരാം. എന്നാൽ ഈ കാണിക്കുന്ന ആളെ ഇവരാരും കണ്ടിട്ടില്ല. ഈ കൂട്ടത്തിൽ വെച്ച് ചില ആൾക്കാർക്ക് ഇവർ പിടിച്ചുകൊണ്ടാൻ നോക്കുന്നുണ്ട്. കൂട്ടത്തിൽ നമ്മുടെ ആ ഒരു ഓവർ മേക്കപ്പ് ആയിട്ടുള്ള ലേഡി ഉണ്ടല്ലോ, അവരെയും പിടിക്കാൻ നോക്കുകയാണ്. ഇവരുടെ ഈ ഒരു പിടുത്തം കണ്ടപ്പോൾ ഒരാൾ എതിർക്കുന്നുണ്ട്, നിങ്ങളെ കാരടാ വിളിക്കുമ്പോൾ കൂടെ വരാനായിട്ട്. ഇത് ചോദിച്ച ആളെ കൈ ഒന്നും നോക്കാതെ ഇവർ വെട്ടി മുറിച്ചിടുകയാണ്. ഇതിനുശേഷം ഈ ഒരു ടീം വന്നിട്ട് നമ്മുടെ കിമാസിനെ വരെ പിടിക്കാണ്. അവളെയും പിടിച്ചു വിളിച്ച് കൊണ്ടുപോകാൻ നോക്കുന്നു. ലീ വന്നിട്ട് ഇവരെ തടുക്കുകയാണ് കേട്ടോ. ലീക്ക് നല്ല നേരിയ വട്ട അടി കിട്ടുന്നുണ്ട്. ഇത് കണ്ട സമയത്ത് നമ്മുടെ ഡോളി നോക്കി വെക്കോ, അങ്ങോട്ട് വരികയാണ്. കയ്യിലൊന്നുമില്ല, എന്താ പറയാ, മറ്റേ ഗത പോലുള്ള കൈയല്ലേ, എന്തിനാ ആയുധങ്ങൾ, അങ്ങോട്ട് കുത്താൻ തുടങ്ങുകയാണ്. നല്ല കുത്ത് എന്ന് പറഞ്ഞാൽ കുത്തി കുത്തി ഓരോന്നിന്റെയും എന്താ പറയാ ഇഞ്ചി വരെ പുറത്തിയാടുന്നുണ്ട്. ഇതിന്റെ ഇടയിൽ ആ കുഞ്ഞാപ്പി വന്നിട്ട് ഒരു കത്തി കൊണ്ട് നമ്മുടെ ഡോളിക്കിട്ട് ഒരു കുത്തു കൊടുക്കുന്നുണ്ട്. പോടാ പോടാ പോടാ, വിട്ടുപോ, തരത്ത് പോയി കളിക്കുന്നു പറഞ്ഞിട്ട് അവനെ വെറുതെ വിടുകയാണ്. അതുപോലെ തന്നെ ഇപ്പൊ വന്ന ഈ ഗ്രൂപ്പിന്റെ ലീഡർ ഉണ്ടല്ലോ, അവനൊരു ടേബിളിന്റെ മേലേക്ക് മലത്തി ഇട്ടടിച്ചിട്ട് ഇറച്ചി വെട്ടുന്ന കത്തി എടുത്ത് ഇവന്റെ സൈഡ് ഒരേറ്റ വെട്ടാണ്. ഇവന്റെ കിളിന്നല്ല, അവന്റെ മൂത്രം വരെ പോയി അമ്മാതിരി പേടിച്ചു പോയിട്ടുണ്ട്. അപ്പൊ ഇവനോട് ചോദിക്കുകയാണ്, നീ കാരടാ, നീ എവിടുന്നാ വരുന്നത്? ഇതേ സമയത്ത് ഇവൻ പേടിച്ച് കുറച്ച് പറയാണ്, ഞങ്ങളൊക്കെ ആ ഒരു ടൈഗറിന്റെ ആൾക്കാരാണ്, അവന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇവരൊക്കെ പിടിച്ചുകൊണ്ടാണ് നോക്കിയത്. ഇതേ സമയത്ത് ഇവരുടെ കയ്യിൽ നിന്നും ഭയങ്കര പ്യോർ ആയിട്ടുള്ള ഫ്രഷ് ആയിട്ടുള്ള വെള്ളത്തിന്റെ കുപ്പി ഇപ്പൊ ഡോൺലി കാണുകയാണ്. ഇത് എവിടുന്ന് കിട്ടിയെന്ന് ചോദിച്ചപ്പോൾ ഒരു അപ്പാർട്ട്മെന്റ് ഇപ്പോഴും ആ ഒരു ഭൂകമ്പം വന്നിട്ട് തകർന്നിട്ടില്ല, അവിടെ നിന്നാണ് ഈ ഒരു വെള്ളം കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. അങ്ങനെ ഒരു സ്ഥലമൊക്കെ ഉണ്ടല്ലേ. അപ്പൊ പിന്നെ മാമന്റെ കയ്യിൽ നിന്ന് ആവശ്യത്തിന് ഇറച്ചിയും ചോറും കിട്ടിയില്ലേ, മര്യാദക്ക് വിട്ടാന്ന് പറയണേ. ഇനി ഈ ഭാഗത്ത് നിങ്ങൾ കണ്ടുവരുന്നത് ഓക്കെ സാറേ എന്ന് പറഞ്ഞിട്ട് തിരിഞ്ഞ് നോക്കാണ്ട് ഓടുകയാണ് ഈ ഒരു ടീം. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഈ ഒരു ടീം പറഞ്ഞില്ലേ, ഒരു അപ്പാർട്ട്മെന്റ് ഇതുവരെ തകർന്നു വീണിട്ടില്ല, അവിടെ നിന്നാണ് ഈ ഒരു വെള്ളം കിട്ടിയെന്ന്. അവിടെ നിന്നും ഒരു ടീം ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. എന്നാൽ അവർ വയലൻസ് ഉള്ള ടീമൊന്നും ഇല്ല കേട്ടോ. അവരുടെ ലീഡർ എന്ന് പറയുന്നത്, ലീഡർ എന്നല്ല, ഇപ്പൊ വന്ന ആ ഒരു ടീമിനെ നയിക്കുന്നത് ഒരു ലേഡിയാണ്. ആ ലേഡിയുടെ പേര് സുചീറോ എന്നാണ്. സുചീറോ വന്നിട്ട് ഇവരോട് എല്ലാവരോടും മാന്യമായിട്ട് തന്നെ സംസാരിക്കുകയാണ്. ഉള്ള കാര്യങ്ങൾ സുചീറോ പറയാണ്, ഞങ്ങളുടെ അപ്പാർട്ട്മെന്റിൽ ഇപ്പൊ നിലവിൽ വലിയ കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് ക്ലിയർ ആക്കാനുള്ള ടെക്നോളജിയും ഞങ്ങളുടെ കയ്യിലുണ്ട്. അപ്പൊ ആവശ്യത്തിന് സൗകര്യം ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും വേണമെങ്കിൽ അങ്ങോട്ട് കയറാം, പക്ഷെ ഒറ്റയടിക്ക് വരാൻ പറ്റില്ല, ഘട്ടം ഘട്ടമായിട്ടേ വരാൻ പറ്റുള്ളൂ. ഇതിനുശേഷം ഈ ഒരു സുചീറ ഉണ്ടല്ലോ, നമ്മുടെ കിമാസിന് നോക്കുകയാണ്, ദാ ഇവളെ പോലെയുള്ള ടീനേജേഴ്സ് ഇവർ ഈ ലോകത്ത് കാണാൻ തന്നെയില്ല, എല്ലാവരും മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. സോ ഇങ്ങനെയുള്ള ടീനേജേഴ്സ് ആയിട്ട് കുട്ടികളെ ഞങ്ങൾ ഒരു സമ്പത്തായിട്ടാണ് കാണുന്നത്. ഇങ്ങനെയുള്ള കുട്ടികൾക്കാണ് ഞങ്ങൾ കൂടുതലായിട്ടുള്ള പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത്, കാരണം ഇവരാണ് നാളെയുടെ ആ ഒരു വാഗ്ദാനം എന്ന് പറയുന്നത്. അങ്ങനെ കുറച്ച് ആൾക്കാരെ, കിമാസിനും അവളുടെ മുത്തശ്ശിയും അതുപോലെയുള്ള കുറച്ച് ആൾക്കാരെ ഇവരിവിടുന്ന് കൊണ്ടുപോവാണ്. പാവം നമ്മുടെ ലീ, അവള് പോയി കഴിഞ്ഞപ്പോൾ വല്ലാത്തൊരു വിഷമം തോന്നുകയാണ്. മാത്രമല്ല ഡോൺലി ആണെങ്കിൽ അവന് ആ ഒരു കിമാസിൻ കൊടുത്ത ചിത്രം ഉണ്ടല്ലോ ചുമരിൽ മുഴുവൻ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. ലീക്കാണെങ്കിൽ അവളോട് പ്രണയം, അതുപോലെ തന്നെ ഡോൺലിക്കാണെങ്കിൽ അവള് സ്വന്തം മകളെ പോലെ, രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ ലീയുടെ കാര്യം നോക്കുകയാണെങ്കിൽ എങ്ങനെയെങ്കിലും കിമാസിന്റെ അടുത്തേക്ക് എത്തണം. അപ്പൊ ഡോൺലിയോട് പറയാണ്, ഡാ മാമ നീ ഒരു കാര്യം ചെയ്യോ, ആ ഒരു മേക്കപ്പ് ഇട്ട് നടക്കുന്ന പെണ്ണുണ്ടല്ലോ, നീ അവളെ കല്യാണം കഴിക്കടാ, എന്നിട്ടൊരു ഫാമിലി ആകും. അതുപോലെ തന്നെ ഞാൻ നിങ്ങളുടെ മോനും ആവും, നമുക്ക് എന്നിട്ടൊരു ഫാമിലി ആയിട്ട് നേരെ അങ്ങോട്ട് ചെല്ലാം. ചെറുക്ക എന്റെ കയ്യിൽ നിന്ന് നല്ല പെട കിട്ടണമെങ്കിൽ വായും പൂട്ടിയിരുന്നോ, രാത്രി വേട്ടക്ക് പോകേണ്ടതാണ്, ആയുധങ്ങളൊക്കെ എടുത്ത് എന്നും പറഞ്ഞ് രാത്രി എന്നെ വേട്ടക്കിറങ്ങാണ്. ഇതേ സമയത്ത് തന്നെ നേരത്തെ വന്ന സുചീറോ, അവളുടെ കൂടെ ഉണ്ടായിരുന്ന ആ ഒരു കമാൻഡോസ്, ഇവര് നമ്മുടെ കിമാസിനെയും ബാക്കിയുള്ള കുറച്ച് ആൾക്കാരെയും കൊണ്ട് മുന്നോട്ടേക്ക് പോകുന്ന സമയത്ത് കിമാസിന്റെ മുത്തശ്ശിക്ക് തീരെ വയ്യാട്ടോ. അതുപോലെ തന്നെ മറ്റൊരു ടീമിനെയും ഒരു ഗ്രൂപ്പിനെയും ഇവർ കാണുകയാണ്. ആ കൂട്ടത്തിലും ടീനേജ് വയസ്സുള്ള 1-2 പെൺകുട്ടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതിലൊരു പെൺകുട്ടിയുമായിട്ട് നമ്മുടെ കിമാസ് നല്ല കമ്പനി ആവുന്നുണ്ട്. എന്തായാലും ഈ ഒരു യാത്രയിൽ പ്രായമായവർക്ക് അങ്ങനെ മുന്നോട്ടേക്ക് നടക്കാനൊന്നും കഴിയുന്നില്ല. ഇതേ സമയത്തിന് സുചീറോ പറയാണ്, നിങ്ങൾ ആരും പേടിക്കേണ്ട കേട്ടോ, ഇപ്പൊ ടീനേജ് ആയിട്ടുള്ള പെൺകുട്ടികളെ മാത്രമേ നമ്മൾ മറ്റൊരു ഭാഗത്തേക്ക് കൊണ്ടുപോകുന്നുള്ളൂ, നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ട്രീറ്റ്മെന്റ്, ഭക്ഷണവും കാര്യം ഇതൊക്കെ തന്ന് നിങ്ങൾ ഓക്കെ ആക്കിയിട്ട് ഇവിടുന്ന് കൊണ്ടുപോകുന്നുള്ളൂ, അതിനുള്ള സൗകര്യം നമുക്ക് വേറൊരു ഭാഗത്താണ്. ആദ്യമൊന്നും നമ്മുടെ കിമാസിന് ഇതിനോട് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. എന്നാൽ മുത്തശ്ശി ഇങ്ങനെ നടത്തിക്കുന്നതിലും കാര്യമില്ലല്ലോ, ബുദ്ധിമുട്ട് കൂടുതലുള്ളൂ. അതുകൊണ്ട് ഇപ്പൊ ഇവരെ കൂട്ടാൻ വന്ന ജീപ്പിൽ ഈ പിള്ളേര് മുഴുവൻ കയറി പോവാണ്. മാത്രമല്ല വൃദ്ധരായിട്ടുള്ള ഒരു 4-5 പേരുണ്ടായിരുന്നു. ഇവരെ കൂട്ടിക്കൊണ്ട് മറ്റൊരു ഭാഗത്തേക്ക് ഈ കമാൻഡോസ് ചെല്ലുകയാണ്. ഈ ഭൂമി കുലുക്കുണ്ടായ സമയത്ത് വലിയൊരു വിള്ളല് തന്നെ ഭൂമിയുടെ ഒരു ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്. അങ്ങോട്ടേക്കാണ് ഈ വൃദ്ധരായിട്ടുള്ള ആൾക്കാരെ കൊണ്ടുപോകുന്നത്. ഒരു ദയയില്ലാതെ ഈ വിള്ളലിന്റെ ഉള്ളിലേക്ക് ഈ വൃദ്ധരെ തള്ളിയിടുകയാണ്. മാത്രമല്ല നമ്മുടെ കിമാസിന്റെ മുത്തശ്ശി ഉണ്ടല്ലോ, അവരുടെ ദേഹത്തേക്ക് ഒരു കത്തി കുത്തി കയറ്റിയിട്ട് അവരെയും കൊന്നുകളയാണ്. ഈ ഒരു സംഭവം യാദൃശികമായിട്ട് രാത്രി വേട്ടക്കിറങ്ങിയ നമ്മുടെ ഡോൺലി അതുപോലെ തന്നെ ലീയും നേരിട്ട് കാണുകയാണ്. ഇവരുടെ ഒരു പ്രാന്ത്, മാഡ്നസ് കണ്ടിട്ട് അങ്ങോട്ടേക്ക് ഓടി ചെന്നിട്ട് ഇവരെ തടുക്കുന്നുണ്ട്. എന്നാൽ അപ്പോഴേക്കും എല്ലാവരും മരിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു ദേഷ്യത്തിൽ ഇവരോട് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. എന്നാൽ ഫൈറ്റ് ചെയ്യുന്നുണ്ട്, അവർക്ക് മുറിയാവുന്നുണ്ട്. ഇതിന്റെ വേദനയൊന്നും അവരുടെ മുഖത്ത് കാണുന്നില്ല. ഒരുത്തിന് ചതുക്കുന്ന പോലെ ചതുക്കുന്നുണ്ട്. എന്നിട്ടും ഇവന് യാതൊരു കുലുക്കുമില്ല. ഒരുമാതിരി മരണമില്ലാത്ത വേദനയില്ലാത്ത മനുഷ്യന്മാരെ പോലെ. ഇവരുടെയൊക്കെ ചെവിയുടെ പിന്നിലായിട്ട് എന്തോ കുമിള പോലെയുള്ള എന്തോ ഒരു സാധനം ഉണ്ടായിരുന്നു. എന്തായാലും കൂട്ടത്തിൽ ഒരുത്തനെ
ഡോൺലിയെ ഇട്ടിച്ച് തല പൊളിക്കാൻ നോക്കുന്നുണ്ട്. എന്നിട്ടും ഇവനൊരു വേദനയില്ല, കുലുക്കൂല, ചാടി എഴുന്നേൽക്കാണ്. നിങ്ങളൊന്നും ചാവില്ലെന്ന് ചോദിച്ച സമയത്ത് ഇവര് പറയാണ്, ചാവില്ലടാ, ചാവില്ല, ഞങ്ങൾക്ക് മരണമില്ല. ഇതിൽ തന്നെ ലീ ഒരുത്തിന്റെ കാല് വെട്ടിയിട്ടിട്ട് ആ വേദന അറിയാതെ ഈ ചോര ഒലിപ്പിച്ച കാലുമായിട്ട് ഒരു പെയിനും ഇല്ലാതെ കൂസലില്ലാതെ വന്ന് ഫൈറ്റ് ചെയ്യാണ്. ഇപ്പൊ എവിടുന്നാന്നറിയില്ല ഒരു പെൺകുട്ടി ചാടി വീഴുന്നുണ്ട്. അതിലൊരുത്തിന്റെ തല അറുത്ത് കളയാണ്. ഇതുപോലെയാണ് ഇവരെ ഇല്ലാണ്ടാക്കുന്നത് പറയുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ഡോൺലിക്ക് കാര്യം മനസ്സിലായി, എങ്ങനെയാണ് ഇവരെ കൊല്ലേണ്ടതെന്ന്. കയ്യിലുണ്ടെന്ന് കത്തി വെച്ചിട്ട് അറ്റ വെട്ട് കൊടുക്കുകയാണ് ഒരുത്തിന്റെ തലക്ക്. അറ്റ പോകുന്നുണ്ട്. മാത്രമല്ല ഇതിനുശേഷം നോക്കുമ്പോൾ നമ്മുടെ കിമാസിന്റെ മുത്തശ്ശി ഉണ്ടല്ലോ, അവർ മരണപ്പെട്ട് എടുക്കുകയാണ്. മാത്രമല്ല അവർക്ക് ആവശ്യമായിട്ടുള്ള ആ ഒരു മരണാനന്തര ചടങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞു. ഇപ്പൊ ഈ വന്ന പെൺകുട്ടിയോട്, സ്ട്രേഞ്ച് ആയിട്ടുള്ള പെൺകുട്ടിയോട് ഡോൺലി നീ ആരാണെന്ന് ചോദിക്കുകയാണ്. അപ്പൊ ആ ഒരു പെണ്ണ് അവളുടെ പേര് പറയുന്നുണ്ട്, ജോലി. ഞാനൊരു പട്ടാളക്കാരിയാണ്. ഈ ഭൂമിയുലകം സംഭവിക്കുന്ന സമയത്ത് ഞാനും എന്റെ ടീമും കൂടെ ഒരു ഹെലികോപ്റ്ററിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അപകടം പറ്റിയില്ല. കണ്ടിന്യൂസ് ആയിട്ട് ഞങ്ങൾ ഇങ്ങനെ ഫ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരു അപ്പാർട്ട്മെന്റ് മാത്രം ഒരു കുഴപ്പമില്ലാതെ നിൽക്കുന്നത് ഞങ്ങൾ കണ്ടു. ഒരുപാട് പേരെ രക്ഷപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ അങ്ങോട്ടേക്ക് കൊണ്ടുപോയി. ആ സമയത്താണ് അങ്ങോട്ടേക്ക് ഒരു ഡോക്ടർ വന്നത്. അവിടുത്തെ ആൾക്കാരുടെയും എന്റെയൊക്കെ നിർഭാഗ്യവശാൽ ആ ഒരു കൂട്ടത്തിൽ ആകെ ഉണ്ടായിരുന്ന ഡോക്ടർ എന്ന് പറഞ്ഞാൽ ഇയാൾ മാത്രമായിരുന്നു. അതുകൊണ്ട് തന്നെ എന്ത് അസുഖം വന്നാലും എന്ത് പ്രശ്നം വന്നാലും ആൾക്കാർ ഇയാളുടെ അടുത്താണ് പോകുന്നത്. ഒരു ദിവസം ചില കംപ്ലൈന്റ് കിട്ടിയിട്ട് ഞാൻ ഇയാളെ ചെന്ന് ചോദ്യം ചെയ്തു. ഇവിടെയുള്ള ചെറിയ കുട്ടികളെ കാണാനില്ലല്ലോ, അവർക്കൊക്കെ എന്താ പറ്റിയത്, നിങ്ങളാണ് അതിന്റെ കാരണക്കാരി എന്ന് പലരും പറഞ്ഞു കിടക്കുന്നുണ്ട്. എന്താണ് അതിന്റെ സത്യാവസ്ഥ എനിക്കറിയണമെന്ന് ഞാൻ ചോദിച്ച സമയത്ത് ആ ഒരു ഡോക്ടർ കൂടെ തന്നെ ഉണ്ടായിരുന്ന ഒരു പട്ടാളക്കാരനെ വെട്ടിവെച്ച് കൊന്നുകളയാണ്. ഞാൻ ആകെ ഞെട്ടിത്തരിച്ചു നിൽക്കുന്ന സമയത്ത് വെടിയേറ്റ ആ ഒരു പട്ടാളക്കാരൻ ഒരു കുഴപ്പമില്ലാതെ എഴുന്നേറ്റ് നിൽക്കുകയാണ്. പിന്നീട് ഡോക്ടർ എന്നോട് പറഞ്ഞു, ആ കുട്ടികളെയൊക്കെ ഞാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് താ കണ്ടോ, ഇങ്ങനെ ഒരു മരുന്ന് കണ്ടുപിടിക്കാനാണ്. എന്റെ മരുന്ന് അത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മരണം ഉണ്ടാവില്ല. അതിന്റെ ഏറ്റവും നല്ല ബെസ്റ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടാൻ വേണ്ടി ഞാൻ കാത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നീയും എന്റെ കൂടെ നിൽക്കണമെന്ന് ഈ ജോലിയോട് പറഞ്ഞ സമയത്ത് ഇയാളുടെ ആ ഒരു പ്രാന്തിന് ഒരിക്കലും ജോലിക്ക് കൂട്ടു നിൽക്കാൻ കഴിയില്ല. ഇയാൾ കണ്ടുപിടിക്കുന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന എലികളല്ല ഇവിടെയുള്ള മനുഷ്യക്കുഞ്ഞുങ്ങൾ. അവൾ അവിടെ വെച്ച് ഫൈറ്റ് ചെയ്യാണ്. എല്ലാത്തിനെയും അടിച്ചു വിട്ടുകൊണ്ട് അവൾ അവിടുന്ന് ചാടി ഓടി രക്ഷപ്പെടുന്നുണ്ട്. കാരണം ഇവരെതിർത്തുകൊണ്ട് ഒറ്റയ്ക്ക് നമ്മുടെ ജോലിക്ക് ഇവിടെ നിൽക്കാൻ കഴിയില്ല. അങ്ങനെ എന്താണ് അവിടെ നടക്കുന്നതിനെ കുറിച്ച് ഒരു ചെറിയ ധാരണ ഇപ്പൊ ജോലി ഇവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ ഇങ്ങോട്ടേക്ക് വന്നിട്ട് കുട്ടികളെ കൂട്ടിക്കൊണ്ടുപോയില്ലേ സുജീറോ, ആ ഒരു ലേഡിയും അവരുടെ ഒരു ഗ്യാങ്ങും, ഇവർ നേരെ ആ ഒരു അപ്പാർട്ട്മെന്റിലേക്ക് എത്തിയിട്ടുണ്ട്. അവിടെ തന്നെ കുറെ അധികം ടവറുകളുണ്ട്. ഇതിന്റെ മുകളിലായിട്ട് കാവൽക്കാരുണ്ട്. അത്യാവശ്യം കൃഷിയും കാര്യങ്ങളൊക്കെ ഇതിന് ചുറ്റുപാടായിട്ട് ഇവർ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും കുട്ടികളൊക്കെ വന്ന സമയത്ത് എല്ലാവരും നല്ല രീതിയിൽ തന്നെ ഈ കുട്ടികളെ സ്വീകരിക്കുകയാണ്. മാത്രമല്ല ഇപ്പൊ ഡോക്ടറും വരികയാണ്, എല്ലാ കുട്ടികളോടായിട്ട് സംസാരിക്കുകയാണ്. നിങ്ങളാണ് ഭാവി, നിങ്ങളാണ് ഫ്യൂച്ചർ, നിങ്ങളാണ് ഇനി ഭാവി കാലം തീരുമാനിക്കേണ്ടത്. നിങ്ങൾക്ക് ഇവിടെ യാതൊരു കുറവുണ്ടാവില്ല. ഒരു കൊട്ടാരത്തിലെ റാണിയെ പോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ ജീവിക്കാൻ കേട്ടോ. അതുപോലെ തന്നെ ഞാൻ പറയുന്ന ഒരു കാര്യം നിങ്ങൾ കേൾക്കണം, പുറത്തേക്ക് പോകാൻ പാടില്ല. പുറത്ത് ചില ആളുകൾ നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല, ഭയങ്കര മോശമായിട്ടുള്ള ആൾക്കാരാണ്. പിന്നെ നിങ്ങൾക്ക് ആവശ്യത്തിലുള്ള വെള്ളവും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. ഓരോ കുട്ടികളുടെ കയ്യിലും ഇതുപോലെ നല്ല വെള്ളത്തിന്റെ ക്യാനുകൾ, ബോട്ടിൽസ് വെച്ചു കൊടുക്കുകയാണ്. ഈ വെള്ളം എന്ന് പറഞ്ഞാൽ ആ ഒരു സമയത്ത് അത്രയും വലിയ സമ്പത്തായിട്ടുള്ള ഒരു കാര്യമാണ്. പല കുട്ടികളും അതുപോലെ തന്നെ അവരുടെ മാതാപിതാക്കളും ഇത് കണ്ട് അന്തം വിട്ടു പോണ്, ഇത്രയും ശുദ്ധമായ വെള്ളമോ. ഇപ്പൊ നമ്മുടെ ഈ ഒരു കിമാസിനുണ്ടല്ലോ ആ കൂട്ടത്തിലുണ്ട്. പക്ഷെ കിമാസിന്റെ മുത്തശ്ശി ഈ കൂട്ടത്തിലില്ല, അവർ ഓൾറെഡി കൊന്നു കഴിഞ്ഞല്ലോ. അപ്പൊ എന്റെ മുത്തശ്ശി എന്താ വരാത്തെന്ന് കിമാസിൻ ചോദിക്കുമ്പോൾ അവർ പിന്നാലെ തന്നെ വന്നോളും. എന്നാ പിന്നെ എന്റെ മുത്തശ്ശിക്ക് കൊടുക്കാനായിട്ട് ഒരു ബോട്ടിൽ കൂടെ എനിക്ക് എക്സ്ട്രാ വേണമെന്ന് കിമാസും പറയാണ്. എന്തായാലും ഈ വന്ന കുട്ടികൾക്ക് ഓരോരുത്തർക്കായിട്ട് പ്രത്യേക മുറികളുണ്ട് കേട്ടോ. അപ്പൊ ആ ഒരു മുറിയിലേക്ക് എത്തിയപ്പോൾ തുറക്കുമ്പോൾ വെള്ളം വരുന്ന പൈപ്പുകൾ വരെ ഉണ്ട്. ഭയങ്കരമായിട്ട് ആശ്ചര്യം എന്ന് പറഞ്ഞാൽ എക്സൈറ്റ്മെന്റിന്റെ അങ്ങേ അറ്റത്ത് നിൽക്കുകയാണ് ആര് കിമാസിന്. അതുപോലെ തന്നെ ഇന്നലെ രാത്രി ഈ വൃദ്ധരെ കൊന്ന ആൾക്കാരുണ്ടല്ലോ, ഈ കൊന്ന ആൾക്കാരുടെ കയ്യിലും നല്ല ശുദ്ധമായ വെള്ളം, നല്ലൊരു പ്രത്യേക രീതിയിലുള്ള ബോട്ടിൽ. ഇതേ ബോട്ടിൽ തന്നെ ഡോൺലി മറ്റൊരാളുടെ കയ്യിൽ കണ്ടിട്ടുണ്ട്. അതായത് അവരന്ന് ആക്രമിക്കാൻ വന്ന റൗഡി ഗ്യാങ് ഉണ്ടല്ലോ അവരുടെ കയ്യിൽ. അപ്പൊ ആ ഒരു റൗഡി ഗ്യാങ്ങിനും ഈ ഡോക്ടറുടെ ഗ്യാങ്ങിനും തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ട്. സോ അതറിയാനായിട്ട് നേരെ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. ഇതേ സമയത്ത് തന്നെ ഈ റൗഡി ഗ്യാങ്സിന്റെ ലീഡർ ടൈഗർ, അതുപോലെ തന്നെ മറ്റൊരു ടീമിന്റെ ലീഡർ, ഇവര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയോ വാക്കുതർക്കങ്ങളുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ അവസാനം പൂര തല്ല് നടക്കാണ് കേട്ടോ. ഇതിന്റെ ഇടയിലേക്കാണ് ഡോൺലി വരുന്നത്. ഡോൺലി ഇപ്പൊ നമ്മുടെ ടൈഗറിനെ നോക്കിയിട്ട് പറയാണ്, ഒന്ന് നിർത്ത്, എനിക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാണ്ട്. ദാ ആ വെള്ളവും അതുപോലെ തന്നെ ആ അപ്പാർട്ട്മെന്റും ഇതിനെക്കുറിച്ചാണ് ഡോൺലി ചോദിക്കുന്നത്. ഇത് കേട്ട സമയത്ത് തന്നെ ഈ ടൈഗർ ഭയങ്കര മൂച്ചിൽ സംസാരിക്കുകയാണ്. നീ ആരാടാ അതൊക്കെ ചോദിക്കാന്ന്? അതേ ഓർമ്മയുള്ളൂ, കിട്ടാണ് പെട്ടാന്ന് പറഞ്ഞാൽ അമ്മാതിരി പട ഗത പോലത്തെ കൈയാണ്. കിട്ടിയിട്ടുണ്ടെങ്കിൽ അറിയാൽ എങ്ങനെയായിരിക്കും. അതുപോലെ ഡോൺലിയുടെ കൂടെ കോട്ടൊക്കെ നിൽക്കുന്നുണ്ട് ജോലിയും അതുപോലെ തന്നെ ലീയും. അങ്ങനെ ഒരു വിധത്തിൽ ആട്ടി കിട്ടി നക്ഷത്രം എണ്ണി നിൽക്കുന്ന ഈ ഒരു ടൈഗർ ഇവന്റെ അടുത്തേക്ക് ചെന്നിട്ട് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ തത്തയല്ല താറാവ് പറയുന്നത് പോലെ പറയാണ്, എന്റെ പൊന്നു സാറേ ഇനി തല്ലല്ലേ, പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ, തൈറോയിഡ് എല്ലാത്തിലും അസുഖങ്ങളുണ്ട്. പിന്നെ ഞാൻ ആ ഒരു കുട്ടികളെ ടീനേജേഴ്സിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ നോക്കിയത് കുറെ അധികം കുട്ടികളെ ഞങ്ങളിങ്ങനെ ശേഖരിക്കാറുണ്ട്. ആഴ്ചയിൽ ഒരു ദിവസം ആ ഡോക്ടറുടെ ആൾക്കാർ ഇങ്ങോട്ടേക്ക് വരും. ഞങ്ങൾ ആ കുട്ടികളെ അങ്ങോട്ടേക്ക് കൊടുക്കും. നമുക്ക് കുറച്ച് സമ്മാനവും കാര്യങ്ങളൊക്കെ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇനി എന്നെ തല്ലരുത്. തല്ലില്ല, പക്ഷെ മര്യാദക്ക് കൂടെ നിന്നോണം. ഞാൻ എന്ത് പറഞ്ഞാലും അത് അതുപോലെ ചെയ്തിരിക്കണം. മറ്റൊരു രക്ഷയില്ലാത്തതുകൊണ്ട് ടൈഗർ കണ്ണടച്ച് അങ്ങനെ കിടക്കുന്നുണ്ട്. എന്താ ചെയ്തെന്ന് പറഞ്ഞിട്ട്. ഇതേ സമയത്ത് തന്നെ ഇപ്പൊ ആ ഒരു ഡോക്ടറുടെ അപ്പാർട്ട്മെന്റിലേക്ക്, ഡോക്ടറുടെ അപ്പാർട്ട്മെന്റ് ഒന്നുമല്ല, അങ്ങോട്ടേക്ക് ഡോക്ടർ എത്തിപ്പെട്ടിയാണ്. പിന്നെ അവസാനം ഇവിടുത്തെ രാജാവായി മാറിയിരിക്കുകയാണ് ഈ ഒരു ഡോക്ടർ. അപ്പൊ പുതുതായിട്ട് ഇങ്ങോട്ടേക്ക് വന്ന ഒരു ഫാമിലിയെ, പിന്നെ ഇവിടെ ഉണ്ടായിരുന്ന വേറൊരു ഫാമിലി, ഇവരെ നെക്സ്റ്റ് ലെവലിലേക്ക് കൂടുതൽ സൗകര്യങ്ങളുള്ള ഒരു ഭാഗത്തേക്ക് മാറ്റാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ കൂടുതലായിട്ട് ഭക്ഷണവും കാര്യങ്ങളും സൗകര്യങ്ങളൊക്കെ ഇവർക്ക് കൊടുക്കുകയാണ് കേട്ടോ. ഇതിന്റെ പിന്നിൽ എന്തോ ഒരു ചതിയുണ്ട് എന്ന് ഈ ഒരു ഫാമിലി വിചാരിക്കുന്നത്
ഇവർക്ക് ഭയങ്കരമായിട്ട് ഒരു ലോട്ടറി അടിച്ചിരിക്കുകയാണ്. കാരണം ആ രീതിയിലുള്ള സൗകര്യങ്ങളാണ് ഇവർക്ക് വന്നിരിക്കുന്നത്. എന്തായാലും ആ ഒരു കൂട്ടത്തിലെ കിമാസിനും ഉണ്ട്. അപ്പൊ കിമാസിനുള്ളിലേക്ക് വന്നിട്ട് ഇവരെ ഇങ്ങോട്ട് കൊണ്ടുവന്ന ആ ഒരു ലേഡി ഉണ്ടല്ലോ സുചീറോയോട് ചോദിക്കുന്നുണ്ട്, അല്ല എന്റെ മുത്തശ്ശി അവിടെ ഇതുവരെയായിട്ടും വന്നിട്ടില്ലല്ലോ. ഇപ്പൊ സുചീറോ പറയണ മോളെ വിഷമിക്കേണ്ട, മുത്തശ്ശി വന്നുകൊണ്ടിരിക്കുകയാണ്, ഇപ്പൊ തന്നെ ഒരു കോള് വന്നിട്ടേ ഉള്ളൂ. അതായത് അവരുടെ യാത്ര കുറച്ച് സ്ലോ ആയിരിക്കും, 1-2 ദിവസം എത്തിക്കോളുന്നേ, പേടിക്കണ്ട. മാത്രമല്ല ഇപ്പൊ സെലക്ട് ചെയ്ത് ഈ കുട്ടികളെ അതുപോലെ തന്നെ മാതാപിതാക്കളെ രണ്ടുപേരെയും സെപ്പറേറ്റ് ചെയ്യാണ്. അതായത് രണ്ടുപേർക്കും 2 സ്ഥലത്താണ് സൗകര്യം ഒരുക്കിയതെന്ന് പറയുന്നത്. എന്തായാലും ഒറ്റയടിക്ക് ഇങ്ങനെ ഒരു കാര്യം ചെയ്തപ്പോൾ കുട്ടികൾക്കായാലും മാതാപിതാക്കൾക്കായാലും കുറച്ച് വിഷമം ഉണ്ടാവുന്നത്. എന്നിട്ട് എന്തായാലും ഈ മാതാപിതാക്കളെ നേരെ ബേസ്മെന്റിലേക്ക് കൊണ്ടുവന്നത്. കാരണം അവിടെയാണ് ഈ വെള്ളം ശുദ്ധീകരിക്കുന്ന ആ ഒരു പ്രൊസീജിയർ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഉപയോഗിച്ച വെള്ളം തന്നെ വീണ്ടും റീസൈക്കിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ആ ഒരു പരിപാടിയാണ് താഴെ നടക്കുന്നത്. എന്ന് അവിടെ ജോലി ചെയ്യുന്നത് ഇവർക്ക് മുന്നേ വന്ന ആൾക്കാരുടെ മുഖത്തൊന്നും ഒരു സന്തോഷമില്ല. ഒരു മിഷീനെ പോലെ അവരങ്ങനെ പണിയെടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ സീൻ കട്ടാവുകയാണ്. അടുത്ത സീനിൽ ഈ ഡോക്ടറുടെ ലാബിൽ കാണിക്കുകയാണ്. ഇപ്പൊ ഇവിടെ ഒരു പട്ടാള ഗ്രൂപ്പ് ഉണ്ടല്ലോ, ഇതിന്റെ ക്യാപ്റ്റൻ ആ കൂട്ടത്തിൽ ഒരു എലിയെ എടുത്തിട്ട് അണ്ണാക്കിലേക്ക് ഇട്ട് വിഴുങ്ങുകയാണ്. കുറച്ച് വിചിത്രമായിട്ട് തോന്നുന്നുണ്ടല്ലേ. അതുപോലെ തന്നെ ഈ ഒരു ഡോക്ടറും അയാളുടെ ആ ഒരു പരീക്ഷണങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്ന സുചീറോ ഇപ്പൊ കൊണ്ടുവന്ന പുതിയ കുട്ടികളെ കുറിച്ച് പറയുന്നുണ്ട്. ആ കൂട്ടത്തിൽ 18 വയസ്സായിട്ടുള്ള 2 പെൺകുട്ടികളുണ്ട്. ഇത് കേട്ടപ്പോൾ ഡോക്ടർക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആവുകയാണ്. 18 വയസ്സോ, അത്ര പ്രായമുള്ള കുട്ടികളോ? ആ തീർച്ചയായിട്ടും ആ കുട്ടികളെ കാണാനായിട്ട് ഞാൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്തായാലും കുറച്ച് കഴിഞ്ഞപ്പോൾ സുചീറോ ഇപ്പൊ വന്ന ആ 2 പെൺകുട്ടികൾ, ഒന്ന് നമ്മുടെ കിമാസൻ, അതുപോലെ തന്നെ അവളുടെ കൂട്ടത്തിൽ ഇങ്ങോട്ടേക്ക് വന്ന അവളുടെ ആ ഒരു കൂട്ടുകാരി, രണ്ടുപേരും ഇപ്പൊ പുതുതായിട്ട് വന്നേല്ലേ. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള കുട്ടികൾക്ക് ഇവരെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. എന്നാൽ ബാക്കിയുള്ള കുട്ടികളെ ഇവർ രണ്ടുപേരും നോക്കുന്ന സമയത്ത് ആരും ചിരിക്കുന്നൊന്നുമില്ല, ആരുടെയും മുഖത്ത് സന്തോഷമില്ല. അവരുടെ ചെവിയുടെ പിന്നിലായിട്ട് ഒരു സ്റ്റിക്കറും ഉണ്ട്. എന്തായാലും നമ്മുടെ കിമാസനും കൂട്ടുകാരിയും കൂടെ അവിടെ ഇരിക്കുന്നുണ്ട്. ഇതിനുശേഷം ഈ ഒരു ടീച്ചർ സുചീറോ ഉണ്ടല്ലോ, ഇവരുടെ ഡോക്ടറെ കുറിച്ചിട്ട് അങ്ങോട്ട് പൊക്കി പറയാൻ തുടങ്ങുകയാണ്. അല്ലാതെ പറയുകയാണെങ്കിൽ നല്ല ഒന്നാന്തരം തള്ളുകൾ. നിങ്ങളൊക്കെ നമ്മുടെ ഡോക്ടർ വരുന്ന സമയത്ത് നന്നായിട്ട് റെസ്പെക്ട് ചെയ്യണം കേട്ടോ. കാരണം നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ആ ഒരു ഡോക്ടർ ഒരുപാട് വലിയ പരീക്ഷണങ്ങൾ റിസർച്ചാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ സമയത്ത് നമ്മുടെ കിമാസ് ന്യായമായിട്ടുള്ള ഒരു സംശയം ചോദിക്കുകയാണ്. അല്ല, നമ്മൾ ഉപയോഗിക്കുന്ന ബാത്റൂം, പൈപ്പ് എല്ലാത്തിലും നല്ല വെള്ളമാണല്ലോ, പുറത്ത് ആൾക്കാർ കുടിക്കാൻ വരെ വെള്ളമില്ലാതെ കഷ്ടപ്പെടുകയാണ്. അപ്പൊ ഈ ഒരു വെള്ളം അവർക്ക് എത്തിക്കാൻ കഴിഞ്ഞാൽ അവർക്ക് വളരെ ഉപകാരമായിരിക്കില്ലേ മോളെ? അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതൊക്കെ ഇനി അധികം വൈകാതെ തന്നെ നടപ്പിലാകാൻ പോവുകയാണ്. ഇതേ സമയത്ത് തന്നെ കിമാസിന്റെ കൂട്ടുകാരി അവൾ ചാടി എഴുന്നേറ്റിട്ട് പറയാണ്, ടീച്ചറെ എനിക്ക് ഈ പരീക്ഷണങ്ങൾ റിസർച്ച് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പൊ ആ ഒരു ഡോക്ടർ വരികയാണെങ്കിൽ ആ ഒരു ലാബിൽ പോയിട്ട് അദ്ദേഹത്തെ ഞാൻ സഹായിക്കാം കേട്ടോ. ഓഹോ, നിനക്ക് അതിന് താല്പര്യമുണ്ടോ? തീർച്ചയായിട്ടും ഡോക്ടർ വരുമ്പോൾ ഞാൻ ഈ ഒരു കാര്യം പറയാട്ടോ. ഇതേ സമയത്ത് തന്നെ ഈ ഡോക്ടറുടെ കുറച്ച് ആൾക്കാർ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എല്ലാ കുട്ടികളുടെ ടേബിളിലും ഓരോ കുപ്പി വെള്ളം വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിനുശേഷം ടീച്ചറായിട്ടുള്ള സുചീറോ പറയാണ്, നിങ്ങളുടെ മാതാപിതാക്കൾ ഒരുപാട് കഷ്ടപ്പെട്ടുകൊണ്ടാണ് ഇത്രയും വെള്ളം നന്നായിട്ട് വൃത്തിയാക്കി എടുക്കുന്നത്. അപ്പൊ അവരുടെ ആ ഒരു കഷ്ടപ്പാട്ടിന് നിങ്ങൾ ബഹുമാനിക്കാതിരിക്കരുത്. അതുകൊണ്ട് ഓരോ കുട്ടികളും ഒരു തുള്ളി പോലും ബാക്കി വെക്കാതെ ഈ വെള്ളം മുഴുവനായിട്ടും കുടിക്കുക കേട്ടോ. ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഡോക്ടർ അങ്ങോട്ടേക്ക് വരികയാണ്. ഡോക്ടർ വന്നിട്ട് ഇയാളെ കുറിച്ച് തന്നെ സ്വയം ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കുട്ടികളെ നിങ്ങൾ ആരും പേടിക്കേണ്ട കേട്ടോ, കാര്യമായിട്ടുള്ള ഒരു പരീക്ഷണം തന്നെയാണ് ഞങ്ങൾ ഇവിടെ നടത്തുന്നത്. അതായത് കുറച്ച് വെള്ളം, കുറച്ച് ഭക്ഷണം, ഇത് കഴിച്ചുകൊണ്ട് മനുഷ്യർക്ക് മുന്നോട്ടേക്ക് ജീവിക്കാൻ കഴിയും. അതിനെക്കുറിച്ച് എന്തായാലും നമ്മൾ പഠിക്കണമല്ലോ. കാരണം നമുക്ക് ആവശ്യത്തിന് വെള്ളവും ഇല്ല, ഭക്ഷണവും ഇല്ല. അപ്പൊ പിള്ളേരെല്ലാവരും എന്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു വലിയ കണ്ടെത്തലിന്റെ ഭാഗമായിട്ട് മാറാം. പിന്നെ നിങ്ങൾക്ക് പ്രത്യേകം കഴിക്കാനായിട്ട് ഭക്ഷണവും അതുപോലെ തന്നെ വെള്ളവും തരും. നിങ്ങൾ എന്തായാലും എന്റെ കൂടെ നിൽക്കില്ലേ? എല്ലാ കുട്ടികളും തലയാട്ടാണ് കേട്ടോ. എന്തായാലും നിങ്ങൾ വെള്ളം കുടിക്കുന്നു പറയുന്നുണ്ട്. അങ്ങനെ ഈ ഒരു ഡോക്ടർ പോകാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് സുചീറോ, അതായത് ഈ ഒരു ടീച്ചർ നമ്മുടെ കിമാസിന്റെ കൂട്ടുകാരുണ്ടല്ലോ, ലാബിൽ വർക്ക് ചെയ്യാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞ ആ ഒരു കുട്ടിയെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. ആർക്ക്? ഈ ഒരു ഡോക്ടർക്ക്. ഡോക്ടർ ഇപ്പൊ ആ ഒരു കുട്ടിയുടെ അടുത്തേക്ക് വരികയാണ്. ഓ, നിനക്ക് ലാബിലൊക്കെ വർക്ക് ചെയ്യാൻ ഇഷ്ടമാണല്ലേ? അത്യാവശ്യം കാര്യങ്ങളൊക്കെ നോക്കിയും കണ്ടും ചെയ്യല്ലോ അല്ലേ? ഇവള് ഭയങ്കര ഇൻട്രസ്റ്റിൽ പറയുന്നത്. തീർച്ചയായിട്ടും സാറേ, ഡോക്ടർ പറഞ്ഞു അത് അതുപോലെ ഞാൻ ചെയ്തോളാം. എന്നാൽ ശരി എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ പോകാൻ നിൽക്കുന്ന സമയത്ത് നമ്മുടെ കിമാസും ചോദിക്കുകയാണ്, അല്ല ഡോക്ടറെ, എന്റെ മുത്തശ്ശി ഇതുവരെയായിട്ടും വന്നിട്ടില്ല, അവരെന്നാ വരിക? ഇതേ സമയത്ത് തന്നെ ഈ ഡോക്ടർ വല്ലാത്തൊരു രീതിയിൽ സുചീറയെ നോക്കുകയാണ്. സുചീറോ, നീ എന്താ ഇവരോട് കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ലേ? അയ്യോ സാറേ, ഞാൻ പറയാൻ വിട്ടുപോയതാണ്. കിമാസിന്റെ മുത്തശ്ശി ഉണ്ടല്ലോ, കുഴപ്പമൊന്നുമില്ല, വരുന്ന വഴിക്ക് അവർക്കൊന്നും വയ്യാതെയായി. അതുകൊണ്ട് തന്നെ കൂടുതൽ ട്രീറ്റ്മെന്റ് കൊടുക്കാനായിട്ട് നമ്മൾ മറ്റൊരു ബേസിലേക്ക് മാറ്റിയിരിക്കുകയാണ്. മോള് വിഷമിക്കേണ്ട, അധികം വൈകാതെ ഇങ്ങോട്ട് എത്തുക കേട്ടോ. ഇപ്പൊ ഡോക്ടർ പറയാണ്, മോളെ എന്തായാലും ഈ ഒരു വെള്ളം കുടിക്കാട്ടോ. ഇത് പറഞ്ഞ ആ ഒരു കുപ്പിയുടെ മൂടി ഊരി വെച്ചിട്ടാണ് ഡോക്ടർ ഇവിടുന്ന് പോകുന്നത്. ഇതിനുശേഷം നമ്മുടെ കിമാസിന് ആ ഒരു വെള്ളം കുടിക്കുന്നത് പോലെ കാണിക്കുന്നുണ്ട്, പക്ഷെ കുടിക്കുന്നില്ല. ഇപ്പൊ ആ ഒരു ബോട്ടിന്റെ ഉള്ളിലേക്ക് കാണിക്കുന്നുണ്ട് കേട്ടോ. അതായത് എന്തോ നീല നിറത്തിൽ എന്തോ ഒരു വസ്തു അതിന്റെ ഉള്ളിൽ കാണുന്നുണ്ട്. ഇപ്പൊ മറ്റൊരു ഭാഗത്ത് ഇവിടെയുള്ള പട്ടാളക്കാരുടെ ക്യാപ്റ്റൻ ഉണ്ടല്ലോ, ഇയാളുടെ ദേഹത്തേക്ക് വീണ്ടും എന്തോ ഒരു മരുന്ന് കുത്തിവെക്കാണ്. ഇതിനുശേഷം ഇയാളുടെ ചെവിയുടെ പിറകിലായിട്ട് ആ ഒരു കുരു ഉണ്ടല്ലോ, അതിനൊരു അനക്കം പോലെ. മാത്രമല്ല ഡോക്ടറുമായിട്ട് ഈ ഒരു ക്യാപ്റ്റൻ സംസാരിക്കുന്നുണ്ട്. ആ ഒരു വൃദ്ധന്മാരെ കൊല്ലാൻ അയച്ച ഒരു 3 പട്ടാളക്കാർ അവർ ഇതുവരെയായിട്ടും തിരിച്ചു വന്നിട്ടില്ല. അതുപോലെ തന്നെ എല്ലാവർക്കും എന്തുകൊണ്ടാണ് ഈ ഒരു മരുന്ന് കൊടുക്കാത്തതെന്ന് ഡോക്ടറിനോട് ഈ ഒരു ക്യാപ്റ്റൻ ചോദിക്കുന്ന സമയത്ത് അതിനുള്ള സമയമായിട്ടില്ല, കുറച്ചുകൂടെ പരീക്ഷണങ്ങൾ പൂർത്തിയാവാനുണ്ട്. നിങ്ങൾ എന്തായാലും നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ആ ഒരു ജോലി അത് മര്യാദക്ക് ചെയ്യും. ഇവരെല്ലാം പോയി കഴിഞ്ഞപ്പോൾ ഡോക്ടർ ഇയാളുടെ മനസ്സിലങ്ങനെ പിറുവിർത്തോണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും സ്വാർത്ഥത. ഈ ലോകത്തെക്കുറിച്ച് ആർക്കും ഒരു താല്പര്യമില്ല, ചിന്തിക്കുന്നുമില്ല. ഡോക്ടർ പിന്നീട് വീണ്ടും പരീക്ഷണത്തിൽ മുഴുകി നിൽക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ ഈ പാരന്റ്സിനെയും കുട്ടികളെയും വേറെ ആക്കിയില്ലേ ഈ അടുത്ത സമയത്ത്? അതിൽ ആ ഒരു പാരന്റ്സ് അവരുടെ ആ ഒരു ജോലിയുടെ ഷീറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ അവിടെ ഉണ്ടായിരുന്ന കാവൽക്കാരോട് ചോദിക്കുകയാണ്, ഇനി എന്റെ മക്കളെ കാണാൻ പറ്റുമോ? കുറച്ച് സമയം ഇവളെ കണ്ടിട്ട്. ഇതേ സമയത്തിന് ആ കാവൽക്കാർ പറയുന്നത്, ഏയ് ഇവിടെ ജോലി ചെയ്യുന്ന ആർക്കും മുകളിലുള്ള കുട്ടികളെ കാണാൻ കഴിയില്ല. ഇത് കേട്ടപ്പോൾ ഈ മാതാപിതാക്കൾക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരികയാണ്. നിങ്ങൾ എന്തീ പറയുന്നത്? എന്റെ കുഞ്ഞിനെ എനിക്ക് കാണാൻ പറ്റില്ല എന്നോ? ഒന്ന് പോയിടാ പറഞ്ഞിട്ട് ഇവരങ്ങോട്ടും ഇങ്ങോട്ട് വഴക്കുണ്ടാക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ
തന്നെ രാത്രി ആയിട്ടുണ്ട്. കിമാസുൻ ആ ഒരു മുറിയിൽ നിന്ന് ആരും കാണാതെ പതിയെ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. അവളാണെങ്കിൽ ആ ഒരു വെള്ളവും കുടിച്ചിട്ടില്ല. ഇതേ സമയത്ത് തന്നെ വരാന്തയിലൂടെ ആ ഒരു ഡോക്ടർ, അതുപോലെ തന്നെ ആ ഒരു ക്യാപ്റ്റൻ, പിന്നെ വേറെയും കുറച്ച് പട്ടാളക്കാർ ഇവരിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവർ കാണാതിരിക്കാനായിട്ട് നമ്മുടെ കിമാസിൻ അവിടെ ഉണ്ടായിരുന്ന ഒരു ചെരുവിൽ പോയിട്ട് ഡേഞ്ചർ ആയിട്ടുള്ള ഒരു ഭാഗത്ത് അങ്ങനെ തൂങ്ങി നിൽക്കുകയാണ്. എന്തായാലും ഇവർ സംസാരിക്കുന്നത് നമ്മുടെ കിമാസിൻ കേൾക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും ഓക്കെ അല്ലേ? ഓക്കെയാണ് ഡോക്ടറെ ഇതും പറഞ്ഞ് ഇവരങ്ങനെ മറ്റൊരു സ്ഥലത്തേക്ക് ചെല്ലുകയാണ്. ഇതേ സമയത്ത് തന്നെ ഈ അപ്പാർട്ട്മെന്റിന്റെ മുൻഭാഗത്തേക്ക് ഒരു വാന് വന്ന് നിൽക്കുന്നുണ്ട്. അതിന്റെ ഉള്ളിൽ നമ്മുടെ ഡോൺലി, അതുപോലെ തന്നെ അവന്റെ കയ്യിൽ നിന്ന് നല്ല പെട കിട്ടിയ ഒരു ലീഡർ ഉണ്ടല്ലോ, റൗഡി ലീഡർ ടൈഗർ, ഇയാളും കൂടെ ഉണ്ട് കേട്ടോ. ഇതേ സമയത്ത് തന്നെ ഡോക്ടറും ഈ ക്യാപ്റ്റനും കൂടെ നേരെ താഴേക്കാണ് ചെന്നത്. കാരണം അവിടെ ആ ഒരു പാരന്റ്സ് ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ, അവരോട് കാര്യങ്ങൾ സംസാരിക്കാനായിട്ട്. എന്നാൽ ഇവരോട് നല്ല മയത്തിൽ നീറ്റായിട്ടാണ് ഡോക്ടർ സംസാരിക്കുന്നത്. കാര്യം എന്താ, പുതിയൊരു ബാച്ച് പാരന്റ്സ് ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്, അവർ വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത്. അപ്പോ ഇപ്പൊ ഈ പ്രശ്നം ഉണ്ടാക്കുന്ന പാരന്റ്സിന്റെ പ്രശ്നം എന്താണ്? നിങ്ങൾക്ക് നിങ്ങളുടെ മകളെ കാണാം, വരൂ ഞാൻ കാണിച്ചു തരാൻ പറഞ്ഞിട്ട് ഇവരെ നേരെ അവർ ലാബിലേക്ക് കൊണ്ടുപോകണം. ഇതേ സമയത്ത് തന്നെ ഈ ലാബിന്റെ ഉള്ളിലേക്ക് നമ്മുടെ കിമാസുൻ ആരും കാണാതെ ഒളിച്ച് കയറിയിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ച് ഈ ഡോക്ടറുടെ കൂടെ നിൽക്കുന്ന അദ്ദേഹത്തിന്റെ മകളെ എല്ലാത്തിന്റെ ആ ഒരു ഫോട്ടോ കാണുന്നുണ്ട്. അതുപോലെ തന്നെ അവിടെ ഒരുപാട് ഡാറ്റാസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ കിമാസുന് ആശ്ചര്യം തോന്നിയിട്ട് ഇതെല്ലാം വായിച്ചു നോക്കുന്നുണ്ട്. ഡോക്ടർ ചെയ്യുന്ന പല പരീക്ഷണങ്ങളും അതിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇതിനായിട്ട് ഒരുപാട് കുട്ടികൾ ഉപയോഗിക്കുന്നുണ്ട്. ആ കുട്ടികളൊക്കെ മരണപ്പെട്ടു പോകുന്നു അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവളാകെ വല്ലാതെ ഭയന്നു പോകുന്നുണ്ട്. ഇതേ സമയത്ത് ഡോക്ടറുടെ ശബ്ദം കേൾക്കാണ്. വേഗം തന്നെ കിമാസുൻ അവിടെ ഉണ്ടായിരുന്ന ഒരു ഭാഗത്തേക്ക് ഒളിച്ചു മാറി നിൽക്കുകയാണ്. മാത്രമല്ല ഈ ഒരു സമയത്ത് നമ്മുടെ കിമാസുൻ ഞെട്ടിപ്പിക്കുന്ന ഒരു കാഴ്ച കണ്ട് ആകെ തരിച്ചു പോണ്. അവളുടെ കൂട്ടുകാരി ഉണ്ടല്ലോ, ഒരു സ്ട്രക്ചറിൽ ബോധമില്ലാതെ അങ്ങനെ കിടക്കാണ്. അവളുടെ തലയുടെ ചുറ്റുഭാഗം എന്തോ ഒന്ന് വെച്ചിട്ടുണ്ട്, വായിലൂടെയും എന്തൊക്കെയോ വെച്ചിട്ട്. വല്ലാത്തൊരു കാഴ്ച തന്നെ. അവൾ ആ ഒരു അന്താളിപ്പിൽ നിൽക്കുന്ന സമയത്താണ് സ്വന്തം മകളെ ഈ ഒരു അവസ്ഥയിൽ ഈ പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും നേരിട്ട് കാണുന്നത്. രണ്ടുപേരും ആലമുറിയിട്ട് കരയാൻ തുടങ്ങുകയാണ്. ഡോക്ടർ നിങ്ങൾ എന്താ എന്റെ മകള് ചെയ്തത്? അങ്ങനെ ചോദിക്കുന്ന സമയത്ത് ഡോക്ടർ പറയാണ്, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ ഈ ഒരു ലോകത്തിന് വേണ്ടിയിട്ട് ഞാൻ എന്റെ ജീവിതം തന്നെ ഒഴിഞ്ഞു വെച്ചിട്ടില്ലേ, അതുപോലെ തന്നെ നിങ്ങളുടെ മകളും അവളുടെ ആ ഒരു ജീവിതം എനിക്ക് വേണ്ടി തന്നു. അവളുടെ ആ ഒരു ശരീരം തന്നെ എനിക്ക് പരീക്ഷണത്തിനായിട്ട്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ അല്ലേ? പിന്നെ വേറൊരു കാര്യം കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്റെ മകള് ദാ അവളുടെ ഈ തലയും അതുപോലെ തന്നെ നെഞ്ചിന്റെ ഭാഗവും മാത്രമേ ഉള്ളൂ. ഞാനിത് എടുത്തു വെച്ചിരിക്കുന്നത് പരീക്ഷണങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, ഈ ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. എന്നാലുണ്ടോ സ്വന്തം മകളെ ഈ കോലത്തില് അവളുടെ മാതാപിതാക്കളുടെ മുന്നിൽ വെച്ചു കൊടുത്താൽ സഹിക്കാൻ പറ്റുമോ? ഇനിയിപ്പോ എന്ത് തേങ്ങാക്കൊലക്കാന്ന് പറഞ്ഞാലും രണ്ടുപേരും ആലമുറിയിട്ട് കരാൻ തുടങ്ങണ്ടോ. ഇതേ സമയത്ത് തന്നെ ഈ ഒരു പെൺകുട്ടിക്ക് ആ ഒരു പരീക്ഷണത്തിൽ എന്തൊക്കെയോ പാളിച്ച് വന്നിട്ട് അവൾ അവിടെ വെച്ച് മരിക്കുകയാണ്. ഇത് കണ്ട സമയത്ത് ഡോക്ടർക്ക് വല്ലാത്ത ഭ്രാന്തിളകുന്നുണ്ട്. എന്റെ ഈ പരീക്ഷണത്തിന്റെ സമയത്ത് ഒരുത്തൻ ഇങ്ങോട്ടേക്ക് വരരുത്, ഡിസ്റ്റർബ് ചെയ്ത് പലതവണ ഇതിനെക്കുറിച്ച് ഞാൻ വാൺ ചെയ്തിട്ടുണ്ട്. പിന്നെ എന്തിനാണോ കച്ചറുണ്ടാക്കിയത്, എന്തിനാണോ ഇങ്ങോട്ടേക്ക് വന്നത്? ഈ കുട്ടിയുടെ അച്ഛൻ അവിടെ വെച്ച് തന്നെ ഡോക്ടർ കത്തി കൊണ്ട് കുത്തി കുത്തി കൊന്നുകളയാണ്. മാത്രമല്ല അമ്മ ഓടി രക്ഷപ്പെടാൻ നോക്കുന്ന സമയത്ത് ആ ക്യാപ്റ്റൻ അവരുടെ തലയിലേക്ക് ഷൂട്ട് ചെയ്തിട്ട് അവരെയും കൊന്നുകളയാണ്. ഈ കാര്യമെല്ലാം കണ്ട് ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ് ആര്, നമ്മുടെ കിമാസിൻ. അവളുടെ ദേഹത്തേക്ക് വരെ ആ ഒരു ചോര തെറിച്ചിട്ടുണ്ട്. എന്തായാലും കിമാസിൻ ഒളിച്ചിരിക്കുന്നത് ആര് കണ്ടു? ഈ ഡോക്ടർ കാണുകയാണ്. ഡോക്ടർ അങ്ങോട്ടേക്ക് വന്നിട്ട് അവളുടെ മുഖത്ത് നോക്കി ഒരു കൊലച്ചിരിച്ചിരിക്കുന്നുണ്ട്. എന്നിട്ട് ഡോക്ടർ പറയാണ്, മോളെ നീ കറക്റ്റ് സമയത്താട്ടോ ഇങ്ങോട്ടേക്ക് വന്നത്. എനിക്ക് എന്തായാലും അങ്ങോട്ടേക്ക് വന്നിട്ട് നിന്നെ കൂട്ടേണ്ട ആ ഒരു ആവശ്യം ഉണ്ടായിട്ടില്ല. എന്തായാലും ഈ കിമാസിന്റെ കൂട്ടുകാരി എങ്ങനെയാണോ ആ ഒരു സ്ട്രെച്ചറിൽ കെടുത്തിയത് അതുപോലെ തന്നെ അവളെ കെടുത്താണ്. തലയിൽ എന്തൊക്കെയോ ഘടിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല കിമാസിൻ ചോദിക്കുന്നുണ്ട്, ഡോക്ടറെ നിങ്ങൾ എന്തിനാണ് ലാബിലെ എലികളെ പോലെ ഞങ്ങൾ ഉപയോഗിക്കുന്നത്? ഇതുകൊണ്ട് എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഈ നേടാൻ പോകുന്നത്? ഇപ്പൊ ഡോക്ടർ പറയാണ്, എലികളോ, അതിനേക്കാൾ എത്രയോ മുകളിലാണ് നിങ്ങളെ പോലെയുള്ള കുട്ടികൾ. ഞാൻ തരുന്ന ആ ഒരു വെള്ളം ഉണ്ടല്ലോ, അത് കുടിച്ചു കഴിയുന്ന സമയത്ത് നിങ്ങളുടെ ചെവിയുടെ പിന്നിൽ ചെറിയൊരു അറയും തലച്ചോറിനൊരു ഭാഗത്തായിട്ട് അതിന്റെ ഉള്ളിൽ ഒരു ദ്രാവകം ഉണ്ടാവും. ആ ഒരു ദ്രാവകമാണ് എന്റെ പരീക്ഷണത്തിൽ എനിക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പൊ എന്തായാലും നിങ്ങളുടെ ചെവിയുടെ പിന്നിൽ നിന്നും അതെനിക്ക് എടുത്തേ മതിയാവുള്ളൂ. ഇപ്പൊ പതിയെ പതിയെ നമ്മുടെ കിമാസിന്റെ ചെവിയുടെ പിറകിലായിട്ട് ഒരു ചെറിയ ഗിയറിൽ ഉണ്ടാക്കിയിട്ട് അതിന്റെ ഉള്ളിൽ നിന്നും ആ ഒരു ദ്രാവകം ഈ ഒരു ഡോക്ടർ എടുക്കാൻ ശ്രമിക്കുകയാണ്. ഇതേ സമയത്തിന് നമ്മുടെ ഡോൺലിയും ടീമും കൂടെ താഴെ വന്ന് നിൽക്കുന്നില്ലേ. അപ്പൊ അവിടെയുള്ള കാവൽക്കാർക്ക് ആകെ അറിയുന്നത് ഈ റൗഡിയുടെ ലീഡർ ആയിട്ടുള്ള ടൈഗറിനെ മാത്രമാണ്. അപ്പൊ ടൈഗറോട് ഈ കാവൽക്കാർ ചോദിക്കുന്നുണ്ട്, അല്ല ഞങ്ങളിപ്പോ ഡെലിവറി എടുക്കുന്ന സമയമല്ലല്ലോ, നീ എന്തിനിപ്പോ ഇങ്ങോട്ടേക്ക് വന്നത്, അതിന്റെ ആവശ്യമില്ലല്ലോ എന്നൊക്കെ ചോദിക്കുകയാണ് ഒരു സംശയത്തിൽ. ഇതേ സമയത്തിന് ടൈഗർ പറയാണ്, അത് പിന്നെ കുറെ അധികം കളക്ഷൻ കിട്ടിയപ്പോൾ നമുക്ക് സൂക്ഷിക്കാൻ പറ്റില്ല, അതുകൊണ്ട് കൊണ്ടുവന്നതാണ്. എന്ന് ഇവന്റെ മുഖം തന്നെ കണ്ടാൽ അറിയാം, ഒരുമാതിരി അടി കിട്ടിയ ഒരു പരുവായ ഒരു കോലത്തിലുള്ളത്. സംശയം തോന്നിയ കാവൽക്കാർ വാഹനത്തിന്റെ പിന്നിലേക്ക് ചെന്ന് നോക്കുകയാണ്. പറഞ്ഞതുപോലെ തന്നെ മുഖം മൂടിയിട്ട കുറെ കുട്ടികൾ അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട്. എന്നാൽ അധിക നേരം നമ്മുടെ ഡോൺലിക്കും ടീമിനും ഇവരെ പറ്റിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇവർ അറ്റാക്ക് ചെയ്യാണ്. ഇവരുടെ കയ്യിലുള്ള ആയുധങ്ങൾ തന്നെ മേടിച്ച് ഇവർ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. ചാറ ഫയറിങ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഫയറിങ്. ഇതിന്റെ ഇടയിൽ ഡോൺലി ഈ ഒരു വാഹനം ഉണ്ടല്ലോ, ഇത് കൊണ്ടുപോയിട്ട് ആ ഒരു അപ്പാർട്ട്മെന്റിലെ മെയിൻ ഡോർ ഉണ്ട്, അതിലേക്ക് കൊണ്ടുപോയിട്ട് ഒരേറ്റ ഇടിയാണ്. ഡോറ് പൊളിച്ചു കളഞ്ഞു. ഈ ഒരു സമയത്ത് തെറിച്ച് വേണം നമ്മുടെ ടൈഗർ ഉണ്ടല്ലോ നൈസായിട്ട് മുങ്ങാൻ വേണ്ടി നോക്കുകയാണ് കേട്ടോ. അതായത് ഈ ഇടി വെടി ഇതൊന്നും അവന് പറഞ്ഞ പരിപാടിയല്ല. പിന്നെ ലീഡറായിട്ട് ഇരിക്കുമ്പോൾ നല്ല രസമാണല്ലോ. എന്തായാലും പുറത്തേക്ക് ഇറങ്ങിയ നമ്മുടെ പയ്യന്മാര്, നമ്മുടെ ഡോൺലി, അതുപോലെ തന്നെ ചെറുക്കനായിട്ടുള്ള ലീ, പിന്നെ ഇപ്പൊ വന്ന ആ ഒരു ജോലി, 3 പേരും നല്ല പൂന്ത് വിളയാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു കാര്യം മുകളിൽ നിന്ന് ക്യാപ്റ്റൻ കാണുന്നുണ്ട്. ക്യാപ്റ്റന്റെ കൂടെ തന്നെ സുജീറോ ഉണ്ട്. ഇപ്പൊ ക്യാപ്റ്റനോട് സുജീറോ ചോദിക്കുകയാണ്, നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ആളല്ല ആ ഒരു ജോലി, എന്നിട്ട് എന്താ നമ്മുടെ ആൾക്കാർ ഇങ്ങനെ ഫയർ ചെയ്യുന്നത്, അവൾ ഉള്ളിലേക്ക് വരില്ലേ? ഇതേ സമയത്ത് തന്നെ ക്യാപ്റ്റൻ പറയാണ്, അവൾ ഉള്ളിലേക്ക് വരട്ടെ, അവൾക്കായിട്ടൊരു ഗിഫ്റ്റ് ഉള്ളിൽ ഞാൻ കാത്തു വെച്ചിട്ടുണ്ട്. എന്തായാലും ഈ നടക്കുന്ന കാര്യം പറയാനായിട്ട് സുജീറോ വേഗം ഡോക്ടറുടെ അടുത്തേക്ക് ചെന്നിട്ട് ഇത് പറയാണ്. ഇതേ സമയത്ത് ഡോക്ടർ ആണെങ്കിൽ കിമാസിന്റെ ചെവിയുടെ താഴെ നിന്നും അവിടെ കീറിലാക്കി അതിന്റെ ഉള്ളിൽ നിന്നും ആ ഒരു ദ്രാവകം എടുത്തുകൊണ്ടിരിക്കുകയാണല്ലോ. ഇതുപോലെ പ്രശ്നം ഉണ്ടായി. ഈ ജോലിയും അവളുടെ ആൾക്കാരും കൂടെ വന്നിട്ട് ഇവിടെ പ്രശ്നം ഉണ്ടാക്കുകയാണ്, ഫയർ
ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഈ ഡോക്ടർ പറയാണ് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, ക്യാപ്റ്റൻ ഇല്ല അവിടെ, ക്യാപ്റ്റൻ നോക്കിക്കോളാം. ഭയങ്കര കെയർലെസ് ആയിട്ട് ക്യാപ്റ്റനിൽ അത്രയും വിശ്വാസം കൊടുത്തിരിക്കുകയാണ് ആര്, ഈ ഒരു ഡോക്ടർ. ഇതേ സമയത്ത് ഇങ്ങോട്ടേക്കുള്ള വഴി അത്യാവശ്യം നല്ലോണം ജോലിക്ക് അറിയാലോ. ഇവര് വഴി കാട്ടിക്കൊണ്ട്, അതായത് ഡോൺലിയും ലിയും കൂട്ടിക്കൊണ്ട് ഒരു വഴിക്ക് വരുന്ന സമയത്ത് പെട്ടെന്ന് അവിടെ ഉണ്ടായിരുന്ന ഡോർസ് ഇത് തുറക്കുകയാണ്. അവിടുത്തെ ഒരു കാഴ്ചയുണ്ട്, ജോലി ഞെട്ടി തരിച്ചു പോകുന്നുണ്ട്. അവളുടെ കൂടെ ഉണ്ടായിരുന്ന അവളുടെ കൂട്ടുകാർ, ആ പട്ടാളക്കാർക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു മ്യൂട്ടേഷൻ സംഭവിച്ചിരിക്കുകയാണ്. അവരുടെ നാക്കെല്ലാം നോക്കി ഒരു പാമ്പിനെ പോലെയായി, ശരീരമെല്ലാം വികൃതമായിട്ട് ഇവരൊരു സോംബിയെ പോലെ അറ്റാക്ക് ചെയ്യാൻ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ട ആ ഒരു ഷോക്കിൽ നന്നായിട്ട് ഫൈറ്റ് ചെയ്യുന്ന ജോലിക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഇപ്പൊ ഡോൺലിയും ലീയും പരമാവധി ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ഇതിൽ തന്നെ ഒരുത്തൻ 2 കാലുകൾ നഷ്ടപ്പെട്ടിട്ട് വരെ ആ ഒരു വെറിയിൽ ഇവൻ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരികയാണ്. അപ്പൊ ഇതിനിടയിൽ ഷോക്കായി നിൽക്കുന്ന ജോലിയെ ഡോൺലി ഉറക്കനെ വിളിക്കുന്നുണ്ട്. അപ്പോഴാണ് ജോലിക്ക് ബോധം തിരിച്ചു കിട്ടുന്നത്. അവളും പിന്നീട് നന്നായിട്ട് തന്നെ എതിർക്കുകയാണ് കേട്ടോ. കാര്യങ്ങൾ കുറച്ച് സീരിയസ് ആയി വരികയെന്ന് മനസ്സിലാക്കിയ ഡോക്ടർ വേഗം തന്നെ എല്ലാ ഫോണിലേക്കും ഒരുമിച്ച് സംസാരിക്കാൻ തുടങ്ങുകയാണ്. ആരും പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ല, പുറത്തുള്ള കുറച്ച് റൗഡികൾ വന്നിട്ട് നമ്മൾ ആക്രമിക്കുന്നുണ്ട്. അപ്പൊ പ്രശ്നങ്ങളൊക്കെ തീർത്തിട്ട് ബാക്കിയുള്ള ആൾക്കാർ പുറത്തേക്ക് വന്നാൽ മതി. ഇതിനുശേഷം ഡോൺലിയോടും ലിയോടും ജോലിയോടും ഈ ഒരു ഡോക്ടർ സംസാരിക്കുകയാണ്. നിങ്ങൾക്ക് ഏറ്റവും നല്ലത് എന്റെ കൂടെ നിൽക്കലാണ്. കൂടെ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ ആ ഒരു ബെനിഫിറ്റ് ഉണ്ടാവും. പിന്നെ എന്നോട് സംസാരിക്കണമെങ്കിൽ നിങ്ങൾ ഈ വോയിസ് കേൾക്കുന്ന അവിടെ തന്നെ ആ ഒരു മെഷീൻ്റെ അടുത്തൊരു സ്വിച്ച് ഇല്ലേ, അത് ഞെക്കിയാൽ മതി, എന്നാൽ പിന്നെ എന്നോട് സംസാരിക്കാം. എന്നാൽ ഇതിനുള്ള മറുപടി വായ കൊണ്ടല്ല ഡോൺലി കൊടുത്തത്. അവന്റെ കൈ കൊണ്ട് ആ ഒരു മെഷീനിൽ ഒരൊറ്റ കുത്തു കൊടുക്കുകയാണ്. പടക്കോന്നുള്ളൊരു ശബ്ദം. ആ ഒരു ശബ്ദമാണ് ഇപ്പൊ ഡോക്ടറുടെ ചെവിയിലേക്ക് വരുന്നത്. ഇത് കേട്ടപ്പോൾ ഇയാൾ ആകെ പേടിച്ചു പോയി. അതായത് വരാൻ പോകുന്നത് ചില്ലറ സാധനങ്ങളൊന്നും അല്ല, കൂടിയ ജാതി ഇനങ്ങളാണ്. എന്തായാലും ഇവർ മുകളിലേക്ക് തന്നെ പോകാൻ നേരത്തെ ഒരു വാതിലുണ്ട്, അത് തുറന്നാലേ മുന്നോട്ടേക്ക് പോകാൻ കഴിയുള്ളൂ. എന്നാൽ അപ്പുറത്താണെങ്കിൽ ഈ ക്യാപ്റ്റന്റെ ആൾക്കാർ ഗണ്ണും അതുപോലെ തന്നെ ബോംബിന്റെ ആ ഒരു പിന്നെല്ലാം ഒരു കാത്തിരിക്കുകയാണ്. അതായത് ഇവരിപ്പോൾ വാതിൽ ഓർക്കും അപ്പം എറിയാൻ വേണ്ടി. എന്നാൽ നമ്മുടെ ഡോൺലി മറ്റൊരു പരിപാടി ചെയ്തത് ഈ വാതിൽ തുറക്കാതെ ഇതിന്റെ പല ഭാഗത്തേക്ക് നോക്കിയിട്ട് ഷൂട്ട് ചെയ്യാണ്. മാത്രമല്ല ഈ പിന്നെ ഊരി വെച്ച പട്ടാളക്കാരുടെ കയ്യിൽ വെച്ച് തന്നെ ആ ഒരു ബോംബ് പൊട്ടുന്നുണ്ട്. ഇപ്പൊ നൈസായിട്ട് വാതിലും കാര്യങ്ങളൊക്കെ പൊളിഞ്ഞു നിൽക്കുകയാണ്. ഇവരുള്ളിലേക്ക് കയറി വരിക. പക്ഷെ എല്ലാ ആൾക്കാരൊന്നും മരിച്ചിട്ടില്ല. അപ്പൊ ഇവരുടെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാന്ന് ഡോൺലി പറഞ്ഞിട്ട് ഈ ലീയും അതുപോലെ തന്നെ ജോലി മറ്റൊരു ഭാഗത്തേക്ക് വിടുകയാണ്. ഇപ്പൊ ഡോൺലി ഇത്രയും ആൾക്കാരെ ആക്രമിക്കണമെങ്കിൽ ഇവരുടെ ബേക്കിലായിട്ട് ഒരു കത്തിയുണ്ട്, അത് എടുക്കണം. ഇവരുടെ ഒരു ബോഡി ഉണ്ടല്ലോ, ഇത് വെച്ച് മൂപ്പർക്ക് ബേക്കിലേക്ക് അങ്ങോട്ട് ബെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. ഈ കൈ ഇങ്ങനെ ബേക്കിലേക്ക് കൊണ്ടുപോയിട്ടേ അതങ്ങോട്ട് എടുക്കാൻ പറ്റുന്നില്ല, ഈ വിങ്സിന്റെ ഒക്കെ ഒരു രീതി കാരണം. എന്തായാലും ഒരു വിധത്തിൽ കത്തി അങ്ങോട്ട് എടുക്കുകയാണ്. പിന്നെ പറയണ്ടല്ലോ, പിച്ചാത്തിക്കുത്ത് എന്ന് പറഞ്ഞാൽ അമ്മാരി പരിപാടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് കഴിഞ്ഞപ്പോൾ ഒരു പിസ്റ്റൽ കയ്യിൽ കിട്ടുന്നുണ്ട്. ഈ പിസ്റ്റൽ വെച്ച് നല്ലൊരു അടിപൊളി ഫൈറ്റ്. ഇത് കഴിഞ്ഞപ്പോൾ ഒരു AK-47 കയ്യിൽ കിട്ടുകയാണ്. ഇത് വെച്ച് ഒരു വെറുത്തനെന്ന് പറയാം. അതുപോലെ തന്നെ മറ്റൊരു ഭാഗത്ത് ലീ അതുപോലെ തന്നെ ജോലി നമ്മുടെ മാമനോട് ഒത്തു നിൽക്കുന്ന ആൾക്കാർ തന്നെ നല്ല ഉഗ്രൻ ഒന്നാം തരം ഫൈറ്റ്. ഇതിന്റെ ഇടയിൽ ജോലി ക്യാപ്റ്റന്റെ മുന്നിൽ പെട്ടുപോവാണ്. ശരിക്കും അവളെ ഈ ഒരു ഫൈറ്റും കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചത് തന്നെ ഈ ഒരു ക്യാപ്റ്റനാണ്. നന്നായിട്ട് തന്നെ അവൾ ഫൈറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അധിക നേരം ഈ ഒരു ക്യാപ്റ്റനോട് പിടിച്ചു നിൽക്കാൻ അവൾക്ക് കഴിയുന്നില്ല. അതുപോലെ തന്നെ ഡോൺലി ഇപ്പൊ നേരെ താഴ്ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. അപ്പൊ അവിടെ മുഴുവൻ ഈ കുട്ടികളുടെ പാരന്റ്സ് ആണല്ലോ. അപ്പൊ ഇവർ ആദ്യം തന്നെ പറയുന്നുണ്ട് നമ്മൾ നോർമൽ ആയിട്ടുള്ള ആൾക്കാരാണ്, ഞങ്ങളൊന്നും ചെയ്യല്ലേന്ന്. ഇതേ സമയത്ത് തന്നെ ഡോൺലി പറയുന്നുണ്ട് എന്നൊരു കാര്യം ചെയ്യും, നിങ്ങൾ മുകളിൽ പോയിട്ട് നിങ്ങളുടെ മക്കൾ എവിടെയാണോ അവരെ തെരഞ്ഞു കണ്ടുപിടിക്കുക. ഇതേ സമയത്ത് തന്നെ ഇപ്പൊ ജോലിയും അതുപോലെ തന്നെ ക്യാപ്റ്റനും തമ്മിൽ ആ ഒരു ഫൈറ്റ് കാണിക്കുകയാണ്. നന്നായിട്ട് തന്നെ ജോലി പോരാടി കേട്ടോ, ഇപ്പൊ മോശം പറയാറില്ല. പക്ഷെ ഒരു ഘട്ടത്തിൽ അവളുടെ കത്തി ഊരിക്കൊണ്ട് ഈ ഒരു ക്യാപ്റ്റൻ അവളുടെ വയറ്റിലേക്കും തലയിലേക്കും ഒരുപാട് തവണ കുത്തുകയാണ്. മാത്രമല്ല ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്നും അവളെ എടുത്ത് ഒരൊറ്റ ഏറ് കൊടുക്കുന്നുണ്ട്. അതായത് മരണം വരെ നമ്മുടെ ജോലി എന്തായാലും നല്ല ധീരമായിട്ട് തന്നെ പോരാടി കേട്ടോ. ഇതേ സമയത്ത് തന്നെ നമ്മുടെ ലീ നേരെ കുട്ടികളെല്ലാം ടീച്ച് ചെയ്യുന്ന ഒരു ക്ലാസ് റൂം ഉണ്ടല്ലോ, അങ്ങോട്ടേക്ക് ചെന്നിട്ടുണ്ട്. അവിടെ തന്നെ ആ ഒരു സുജീറോ ആ ഒരു ടീച്ചർ ഉണ്ടായിരുന്നു. ഇവരെ ഈ ലീയെ കണ്ട സമയത്ത് തന്നെ പേടിച്ച് ടേബിളിന്റെ അടിയിൽ പോയിട്ട് വിളിക്കുകയാണ്. എന്നാൽ അവർ കൈയോടെ തൂക്കിയെടുക്കുകയാണ്. എന്നിട്ട് എവിടെയാണ് ലാബ്, ബാക്കിയുള്ള ആ ഒരു പെൺകുട്ടികൾ എവിടെ, കിമാസിന് എവിടെ, ഇതൊക്കെ ചോദിക്കുന്ന സമയത്ത് ലാബിലാന്ന് പറയാണ്. അപ്പൊ ഈ ഒരു കുട്ടികളെ നോക്കിയിട്ട് ഇപ്പൊ ലീ പറയാണ് നിങ്ങൾ എല്ലാവരും രക്ഷപ്പെട്ടോന്ന്. എന്നാൽ ഈ കുട്ടികൾക്കൊന്നും ഒരു ബോധ്യം കഥയൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഒരുമാതിരി ഒരു അവസ്ഥയിലാണ് ഇവരൊക്കെ ഇരിക്കുന്നത്. അങ്ങനെ വഴികാട്ടിയായിട്ട് സുജീറയെ മുന്നിൽ നിർത്തിയിട്ട് ഇപ്പൊ ലീ നേരെ ആ ഒരു ലാബിലേക്ക് പോകുമ്പോൾ നേരെ മുന്നിലേക്ക് ക്യാപ്റ്റൻ വന്ന് നിൽക്കുകയാണ്. ക്യാപ്റ്റനെ കണ്ട ഉടനെ തന്നെ നിങ്ങൾ അനങ്ങിയിട്ടുണ്ടെങ്കിൽ ഈ സുജീറയെ ഞാൻ വെടിവെച്ച് കൊല്ലുമെന്ന് ഇപ്പൊ ലീ പറയുന്നത്. ഇപ്പൊ ക്യാപ്റ്റൻ പറയാണ് നീ കൊല്ലുകയാണെങ്കിൽ കൊല്ലടാന്ന്. അതായത് ഈ സുജീറ ചാവുകയാണെങ്കിൽ ക്യാപ്റ്റൻ എന്ത് തേങ്ങയാണ്. എന്തായാലും ഇതേ സമയത്ത് തന്നെയാണ് നമ്മുടെ ഡോൺലി ഇങ്ങോട്ടേക്ക് വരുന്നത്. ഡോൺലി പറയാണ് ലീ നീ അവരെയും കൂട്ടിയിട്ട് നേരെ ലാബിലേക്ക് വിട്ട് ഇവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. ഇവിടെ വെച്ച് നമ്മുടെ ക്യാപ്റ്റനും അതുപോലെ തന്നെ ഈ ഡോൺലിയും തമ്മിൽ നല്ല ഫൈറ്റ് നടക്കുകയാണ്. അടുത്ത സീനിൽ ലാബിൽ കാണിക്കുകയാണ്. ഈ ലാബിൽ ഇപ്പോൾ നമ്മുടെ കിമാസിന്റെ ഉള്ളിൽ നിന്നും ആ ഒരു ദ്രാവകം ഡോക്ടർ എടുത്തു കഴിഞ്ഞല്ലോ. ആ ഒരു മരുന്ന് പിന്നീട് ഡോക്ടർ അദ്ദേഹത്തിന്റെ ശരീരത്തിലേക്ക് ഇഞ്ചെക്ട് ചെയ്യാണ്. ഇതേ സമയത്ത് തന്നെ ഡോക്ടർ നോക്കിയിട്ട് കിമാസും പറയുന്നുണ്ട് നീയൊക്കെ ഒരു മനുഷ്യനാടാ, ഇതിനൊക്കെ നീ അനുഭവിച്ചിരിക്കും. ആ മോളെ ഇതിനൊക്കെ ഉള്ളത് ഞാൻ അനുഭവിച്ചോളാം എന്നും പറഞ്ഞിട്ട് ആ ഒരു മരുന്ന് പൂർണ്ണമായിട്ട് ഉള്ളിൽ എത്തിക്കഴിഞ്ഞു ഡോക്ടറുടെ ഉള്ളിലേക്ക്. എന്നാൽ ഇത് എത്തിക്കഴിഞ്ഞ സമയത്ത് സാധാരണ ശക്തി കൂടുക വേണ്ടത്. ഇത്തവണ എന്തോ ഇയാൾക്കൊരു ക്ഷീണം വരുന്നത് പോലെ. ഇപ്പൊ കിമാസിന് അങ്ങനെ ചിരിക്കുന്നുണ്ട്. നിങ്ങൾ എന്താ കരുതിയത്, നിങ്ങൾ തന്ന ഒരു വെള്ളം ഞാൻ കുടിച്ചു എന്നോ? ഒരു തുള്ളി പോലും ഞാനത് കുടിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അവളുടെ ചെവിയുടെ പിന്നിലുണ്ടായിരുന്ന ആ ഒരു ദ്രാവകം അതാണല്ലോ ഇപ്പൊ ഈ ഒരു ഡോക്ടർ എടുത്തത്. മരുന്ന് കുടിക്കാതെ ഉണ്ടായിരുന്ന ആ ഒരു ദ്രാവകം അത് ഈ ഒരു ഡോക്ടർക്ക് ബാക്ക് ഫയർ ചെയ്യാണ്. അതായത് മരുന്നിന്റെ എഫക്റ്റ് അല്ല, അതിന്റെ ഓപ്പോസിറ്റ് എഫക്റ്റ് ആണ് ഡോക്ടർക്ക് ഇപ്പൊ കൊടുത്തത്. ഡോക്ടർ ആകെ തളർന്നു വീണോണ്ടിരിക്കുകയാണ്. ഇതേ സമയത്താണ് ആര് വരുന്നത്, ലീ അങ്ങോട്ടേക്ക് എത്തുന്നത്. ഇപ്പൊ ലീയെ ഡോക്ടർ ഭീഷണിപ്പെടുത്താണ്, നീ അടുത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഈ കിമാസിനെ ഈ പെൺകുട്ടിയെ ഞാൻ കൊന്നുകളയെന്ന് പറഞ്ഞിട്ട്. ഇപ്പൊ എന്താ ചെയ്യേണ്ടത് ഇതറിയാതെ നിൽക്കുന്ന ലീയെ മറ്റൊരാൾ പിന്നിലൂടെ വന്ന് ആക്രമിച്ച് അടിച്ച് വീഴ്ത്തുകയാണ്. ഇതേ സമയത്ത് ഈ ഡോക്ടറുടെ കയ്യിലുണ്ടായിരുന്ന മരുന്നും അതുപോലെ തന്നെ ഈ ഡോക്ടറുടെ മകളെ ഒരു പകുതിയായിട്ട് കട്ട് ചെയ്തിട്ട് സൂക്ഷിച്ചു വെക്കുന്നില്ലേ, അതൊരു പെട്ടിയിലേക്കാക്കിയിട്ട് ഇതുമായിട്ട് ഡോക്ടർ ഇവിടുന്ന്
കടന്നു കളയാൻ വേണ്ടി നോക്കുകയാണ്. ഇതേ സമയം മറ്റൊരു ഭാഗത്ത് ഡോൺലിയും ഈ ഒരു ക്യാപ്റ്റനും തമ്മിൽ പൂരം ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയല്ലേ. ഈ ഒരു ക്യാപ്റ്റന് മരിക്കില്ല എന്നേ ഉള്ളൂ, പക്ഷെ ഒരു മനുഷ്യന്റെ ശക്തി തന്നെയുള്ളൂ. ഡോൺലി ആണെങ്കിൽ ഇയാളെടുത്ത് വരട്ടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങോട്ടൊരു ഏറ് ഇങ്ങോട്ടേക്കൊരു ഏറ് എന്നിതൊക്കെ കിട്ടുന്ന സമയത്ത് ക്യാപ്റ്റൻ പറയാണ്, നിനക്ക് എന്നിട്ട് കൊടയല്ലാതെ നിനക്ക് എന്നെ കൊല്ലാൻ കഴിയില്ലടാ. അവസാനം ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്നും താഴേക്ക് ഇടാൻ നോക്കുമ്പോൾ ഇയാളൊരു വല്ലാത്ത കൊലച്ചിരി തന്നെ ഡോൺലിയെ നോക്കി ചിരിക്കുകയാണ്. ഇപ്പൊ ഡോൺലി എന്താക്കി, അവിടെ ഈ ഗ്ലാസുകൾ പൊട്ടിക്കിടക്കുന്നുണ്ടായിരുന്നു, ഇതിലേക്ക് ഇയാളുടെ കഴുത്ത് വെക്കുന്നുണ്ട്. എന്നിട്ട് എന്താ പറയാ, മറ്റേ കോഴിനെ കത്തി വെച്ച് കസ് 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 നടക്കുന്നില്ലേ, അതുപോലെ ഇയാളുടെ കഴുത്ത് അതിൽ വെച്ച് നല്ല ഒരച്ച് കൊടുത്തിട്ട് കിടക്കുന്നത്. ബോഡി താഴെ, തലയാണെങ്കിൽ ഡോൺലിയുടെ കയ്യിലും. ഇപ്പൊ നീ ചത്തില്ലടാന്ന് പറഞ്ഞിട്ട് അവന്റെ തലയെടുത്ത് ഒരേറ്റ എറി കൊടുക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ മുകളിൽ നിന്ന് രക്ഷപ്പെട്ട കുട്ടികൾ മുഴുവൻ താഴേക്ക് വന്നിട്ടുണ്ട്. ഇവരുടെ അച്ഛനും അമ്മേന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. പക്ഷേ ഈ കുട്ടികൾക്കൊന്നും യാതൊരു റെസ്പോൺസും ഇല്ല, ഇവരുടെ മുഖത്തൊന്നും ഒരു വികാരവും ഇല്ല. ഇതേ സമയത്ത് മരുന്നുമായിട്ട് രക്ഷപ്പെടാൻ നിൽക്കുന്ന ആ ഒരു ഡോക്ടർ ഇങ്ങോട്ടേക്ക് ഡോൺലി എത്തുകയാണ് കേട്ടോ. ഇയാളെ പിന്നെ പിടിച്ചു വെക്കാൻ നോക്കുന്ന സമയത്ത് ഇയാളുടെ കയ്യിലുണ്ടായിരുന്ന ഒരു ബോംബ് ഇതിന്റെ പിന്നൂരി അവിടേക്ക് ഇടുന്നുണ്ട്. മാത്രമല്ല ഇവർക്കിടയിൽ നടന്ന ആ ഒരു ഫൈറ്റിന്റെ ഇടയിൽ ഇവരുടെ ആ ഒരു ടീച്ചറായിട്ടുള്ള സുജീർ ഉണ്ടല്ലോ, ഇവർക്കും വെടിയേറ്റിട്ടുണ്ട്. അപ്പൊ ഈ ഒരു സുജീറോ ഈ ഡോക്ടറോട് പറയുന്നുണ്ട്, ദയവ് ചെയ്തിട്ട് ആ ഒരു മരുന്ന് എനിക്കിതാ, എന്നെയും കുത്തി വെക്കുക, അങ്ങനെയാണെങ്കിൽ ഞാൻ മരിക്കില്ലല്ലോ എന്ന്. ഈ സുജീറയെ നോക്കിയിട്ടാണ് ഈ ബോംബ് അവിടെ ഇട്ടിട്ട് ഈ ഡോക്ടർ പോകുന്നത്. അതായത് സുജീറയും ബാക്കിയുള്ള എല്ലാവരും ഒരുമിച്ച് മരിക്കട്ടെ എന്ന് കരുതിയിട്ട്. എന്നാൽ ഇതേ സമയത്ത് തന്നെ നമ്മുടെ ലീ ആണെങ്കിൽ കിമാസിനെയും കൂട്ടിക്കൊണ്ട് ഒരു സ്ട്രക്ചറിന്റെ പിന്നിലേക്ക് പെട്ടെന്ന് തന്നെ മറിഞ്ഞിരിക്കുകയാണ്. അതുപോലെ തന്നെ ഡോൺലി മറ്റൊരു ഭാഗത്തേക്ക് മാറുകയാണ്. ബോംബ് പൊട്ടി ഈ ടീച്ചറുടെ കാര്യം, സുജീറയുടെ കാര്യം വലിയ കഷ്ടമായിരുന്നു, ചെതറി പോവുകയാണ്. എന്തായാലും ഈ ഒരു ബ്ലാസ്റ്റിൽ നമ്മുടെ ഡോൺലിക്കും അതുപോലെ തന്നെ കിമാസിനും ലീക്കും ഒന്നും പറ്റിയില്ല, ഇവർ സർവൈവ് ചെയ്തു. ഇതേ സമയത്ത് തന്നെ കയ്യിൽ കിട്ടിയ ആ ഒരു മരുന്നുമായിട്ട് ഡോക്ടർ പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഇപ്പൊ അവിടെ ഉണ്ടായിരുന്ന കുറെ മാതാപിതാക്കൾ അവരുടെ കുട്ടികൾ ഇപ്പോഴും കിട്ടിയിട്ടില്ല. ഇവര് വന്ന് ഡോക്ടറോട് ചോദിക്കുകയാണ്, എവിടെടാ ഞങ്ങളെ കുഞ്ഞിനെ നീ കൊണ്ടുപോയില്ലേ, ബാക്കിയുള്ളവർ എവിടെയെന്ന് ചോദിക്കുമ്പോൾ ഇപ്പൊ ഡോക്ടറായിട്ട് തന്നെ പറയാണ്, എന്റെ പരീക്ഷണത്തിൽ എല്ലാവരും ഒന്നും അതിജീവിക്കില്ല, ചില ആൾക്കാർ മരിച്ചു പോകും, അതിന് ഞാനെന്ത് ചെയ്യാനാ. ഇത് കേട്ട സമയത്ത് ഈ അച്ഛനും അമ്മമാർക്കും ഭ്രാന്തളകാണ്. കയ്യിലുണ്ടായിരുന്ന ഓരോ കമ്പിയും കഷ്ണമൊക്കെ വെച്ച് ഇയാളിട്ട് കുത്താൻ തുടങ്ങുകയാണ്. ഇയാളുടെ കയ്യിലുണ്ടായിരുന്ന ഒരു പെട്ടിയും കാര്യങ്ങളൊക്കെ താഴെ വീണു. പിന്നീട് ഈ മരുന്നും കാര്യങ്ങളൊക്കെ നിലത്ത് വീണ് പൊട്ടി അത് മുഴുവനായിട്ട് നശിച്ചു പോകുന്നുണ്ട്. ഇതുകൂടെ ആയ സമയത്ത് ഈ ഡോക്ടർക്ക് ഭ്രാന്തളകാണ്. കാരണം എത്രയോ വർഷങ്ങളായിട്ട് ഇയാൾ കണ്ടുപിടിച്ച ഇയാളുടെ സമ്പത്താണ് ഈ ഒരു മരുന്ന് എന്ന് പറയുന്നത്. എന്തായാലും കയ്യിലൊരു ഗണ്ണുണ്ടായിരുന്നു, ഇത് വെച്ച് ചറവറാന്ന് പറഞ്ഞിട്ട് കുറെ പേരെ വെടിയൊക്കെയാണ്. ചില ആൾക്കാരെ ഓടി രക്ഷപ്പെട്ടു, എന്നാൽ ചില ആൾക്കാർ ഇതിൽപ്പെട്ട് മരിച്ചു പോകുന്നുണ്ട്. എന്ന പ്രാന്ത് പിടിച്ച് ഇങ്ങനെ ഫയർ ചെയ്യുന്നതിന്റെ ഇടക്ക് ഈ ഡോക്ടർ കൊണ്ടുവന്ന് ഇയാളുടെ കയ്യിൽ ആ ഒരു പെട്ടി ഉണ്ടല്ലോ, ഇതിന്റെ ഉള്ളിലേക്കും ബുള്ളറ്റ് കയറിയിട്ടുണ്ട്. ഇയാളെന്തോ ആകെ ഞെട്ടിപ്പോയിട്ട് ആ ഒരു പെട്ടി തുറന്നു നോക്കുമ്പോൾ മകളെ ഇത്രയും കാലം ജീവനോടെ നിലനിർത്തിയില്ലേ, അതിന്റെ ഉള്ളിലേക്കും ബുള്ളറ്റ് കയറിയിട്ടുണ്ടായിരുന്നു. ആ ഒരു ചില്ലെല്ലാം തകർന്നു പോയിട്ടുണ്ട്. ആകെ വിരളി പിടിച്ച ഈ ഒരു ഡോക്ടർ മോളെ നമുക്കൊന്നും പറ്റില്ല, അച്ഛൻ എല്ലാം ശരിയാക്കി തരാന്ന് പറഞ്ഞിട്ട് പരമാവധി നോക്കുന്നുണ്ടെങ്കിലും മോൾ എടുത്തു വെച്ച ആ ഒരു ശരീരഭാഗം കൂടെ നശിച്ചു പോയിട്ടുണ്ടായിരുന്നു. ഇതേ സമയത്ത് ഈ ഒരു ഡോക്ടർക്കാണെങ്കിൽ ഭ്രാന്തളകി ഭ്രാന്തിന്റെ ഉച്ചായി നിൽക്കുകയാണ്. ഇതേ സമയത്ത് നമ്മുടെ ലീ അതുപോലെ തന്നെ കിമാസും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. കിമാസും പറയാണ്, ഒരിക്കലും ഈ രീതിയിൽ നിങ്ങൾ ചെയ്തുകൊണ്ട് ഈ ലോകത്തെ നിങ്ങൾക്ക് രക്ഷപ്പെടുത്താൻ കഴിയില്ല, നിങ്ങൾ തോറ്റുപോയോ മനുഷ്യ, നിങ്ങൾക്ക് ഒരിക്കലും ഇനി ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇതേ സമയത്തിന് ഇയാൾ വീണ്ടും ഫയർ ചെയ്യാൻ നിൽക്കുമ്പോൾ ഇവർ ഇയാളുടെ നെറ്റിയിൽ നോക്കി തന്നെ ഒരൊറ്റ പൊട്ടിക്കലാണ്, ബോട്ടിൽ ചത്തുപോയി. ഇപ്പൊ അങ്ങോട്ടേക്ക് നമ്മുടെ ഡോൺലി വരുന്നുണ്ട്. എല്ലാവരും വന്നു, കാര്യങ്ങളൊക്കെ ഏകദേശം ഒരുവിധം അവസാനിച്ചു കഴിഞ്ഞു. ശുഭം. ഈ അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് മാനെല്ലാം ആകെ ഇരുണ്ട് വരുന്നത്. ഇത്രയും കാലം പെയ്യാത്ത ആ ഒരു മഴ അതിപ്പോ പെയ്യാണ്. എന്തായാലും ഇനി ശുദ്ധജലത്തിന് വേണ്ടിയിട്ട് ആരെയും ഇവിടെയുള്ള ആൾക്കാർക്ക് ആശ്രയിക്കേണ്ടി വരില്ല. ഇത് കുടിച്ചുകൊണ്ട് തന്നെ ഇവർക്ക് ജീവിക്കാം. മാത്രമല്ല ഡോൺലി നമ്മുടെ കിമാസും ലേ ഇനി എന്തായാലും ഇവരിവിടെ നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ, ഇവരുടെ ആ ഒരു സിറ്റിയിലേക്ക് തന്നെ തിരിച്ചു പോവാം. പോകുന്ന വഴിക്ക് തന്നെയാണ് നമ്മുടെ കിമാസിന്റെ മുത്തശ്ശിയുടെ കല്ലറയുള്ളത്. കിമാസുൻ അതിന്റെ അടുത്ത് വന്നിരുന്ന് ഒരുപാട് കരയാണ്. കാരണം അവൾക്ക് സ്വന്തം എന്ന് പറയാനായിട്ട് ഈ ഭൂമിയിൽ ഇനി ആരുമില്ല. പക്ഷെ അവളെ ഒരച്ഛനെ പോലെ തന്നെ ഡോൺലി ചേർത്ത് പിടിക്കുകയാണ്. നേരെ അവളെയും കൂട്ടിക്കൊണ്ട് ആ ഒരു ബസ് സീറ്റ് ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. എന്നിട്ട് പഴയ പരിപാടി തന്നെ, വേട്ടയാടുക, ഇറച്ചി വെട്ട്, അത് ബാക്കിയുള്ള ആൾക്കാർക്ക് കൊടുക്കുക, അതിന് പകരമായിട്ട് എന്തെങ്കിലും ഇങ്ങോട്ടേക്ക് മേടിക്കുക. ഹാപ്പി ഉണ്ട്, കാര്യങ്ങൾ മുന്നോട്ട് പോവാണ്. എന്നാൽ ഈ സമയത്തും മേക്കപ്പ് ഇട്ട് കിടക്കുന്ന ആ ഒരു ലേഡി ഉണ്ടല്ലോ, ആ ആന്റി നമ്മുടെ ഡോൺലി മാമനെ വളക്കാൻ വേണ്ടി പരമാവധി അഘോരാത്രം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നടക്കോ ഇല്ലയോ എന്നൊന്നും അറിയുന്നില്ല. പക്ഷെ ഉള്ള കാര്യം പറയുകയാണെങ്കിൽ ഡോൺലിക്ക് ഈ ആന്റിയെ കാണുന്ന തന്നെ കലിപ്പാണ്. ഇതിന് കാണുമ്പോൾ തന്നെ കുരിപ്പ് വന്നെന്ന് പറഞ്ഞിട്ടാണ് ഡോൺലി പെറുവിറുക്കുക. എന്തായാലും ഇതോടെ ഈ ഒരു പടം തീരുകയാണ്. ഒരുപാട് ട്വിസ്റ്റും കാര്യങ്ങളൊന്നും ഇല്ലാന്ന് ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട്. ഒരു രസത്തിൽ കേട്ടിരിക്കാൻ പറ്റിയല്ലേ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം നിങ്ങൾ മറക്കാതിരിക്കുക. എന്നാൽ പിന്നെ വീണ്ടും മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. ബൈ.